നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന സ്വർഗീയ അപ്പച്ച, ഇന്നുവരെ കാത്തു സൂക്ഷിച്ചതിനും അനുഗ്രഹിച്ചതിനും നന്ദി പറയാണ്. ഓരോ ദിവസവും നീ തരുന്ന ദാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നീ നടത്തിത്തരുന്ന അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നു. ദൈവമേ, നന്ദി പറയുന്നു. ഇന്നെൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണേ. ഇവരുടെ വേദനകളും ആകുലതകളും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം നിൻ്റെ മുമ്പിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് പഠിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പലവിധ ബന്ധനങ്ങളാലായിരിക്കുന്ന ഓരോ മക്കളെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ പലവിധ ക്ലേശങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കടബാധ്യതകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ കർത്താവേ. പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി നീ ഓരോ അനുഗ്രഹങ്ങളും ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങളും നൽകി ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ഉച്ചത്തിൽ പറ, സുഖമാണോ? സുഖമാണ്. സന്തോഷം കേട്ടോ. വലതരം ഉയർത്തിയിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദത്തിൽ പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ മുമ്പിൽ രണ്ടാമത്തെ ദിവസം തമ്പുരാൻ ഇങ്ങനൊരു അവസരത്തെ ഓർത്ത്. യേശുദാസ് അച്ഛൻ എപ്പോഴും നമ്മളെ സന്തോഷത്തോടു കൂടെ സ്നേഹനിധിയായ ചെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അച്ഛനോട് എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നു. കാരണം അപ്പൻ തുടങ്ങി വെച്ചൊരു കാര്യം വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ മാത്രമല്ല, വരുന്നവർക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടെയാണ് അച്ഛൻ ഇടപഴകുന്നത് എല്ലാവരോടും. അച്ഛൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുദാസ് അച്ഛനൊന്ന് നോക്ക്. അപ്പോൾ ഒരു ചിരി കാണാം നിങ്ങൾക്ക് ആ മുഖത്ത് കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ചിരിയാണ്. ആരെയും ചിരിപ്പിക്കുന്ന, ആരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ വക്താവായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് യേശുദാസ് അച്ഛൻ. അപ്പോൾ ഇന്നലെയാണെങ്കിലും രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഞങ്ങളുടെ ഒപ്പിരുന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന യേശുദാസ് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. കാരണം അച്ഛൻ്റെ സ്നേഹമാണ് എന്നെ ഇവിടെ പിന്നെയും വരാനായിട്ട് പ്രചോദിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ യേശുദാസ് അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുദാസ് അച്ഛനല്ലേ, അച്ഛനും കുഴപ്പമില്ല കേട്ടോ. രണ്ടുപേരും സ്വാഗതം പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് രണ്ടുപേരെയും ഓർക്കുന്നു. മറ്റച്ഛന്മാരെയൊക്കെ സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. നിങ്ങളെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. മണിയം പ്രസംഗർ ഇവിടെ ഉണ്ട്. സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ് ഈ നിമിഷം. വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും, പ്രത്യേകിച്ച് കൊയറിനെയും എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെയല്ല കിടന്നത്, ഞാൻ എൻ്റെ അങ്കിളിൻ്റെ അടുത്താണ് കിടന്നത്. അങ്കിളോട് വന്നിട്ടുണ്ട്, അങ്കിൾ ആൻറ്റി. അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. തിരുപ്പുറം പള്ളിയിലെ അംഗമാണ്. നിങ്ങൾ കാണണോ? അങ്കിളിൻ്റെ ആൻറ്റിയും കാണണോ? അന്ന് എഴുന്നേറ്റ് ആൻറ്റി അങ്കിള് അന്ന് എഴുന്നേറ്റ്. എൻ്റെ ആൻറ്റി അങ്കിളുമാണ് കേട്ടോ. എനിക്ക് എവിടെ ഇരുന്നോ ഞാൻ അവർ പേര് വിളിച്ചാൽ ചിലപ്പോൾ എന്നെ തിരിച്ചിഞ്ഞ് വീട്ടിൽ കയറ്റത്തില്ല. എങ്കിലും ഞാൻ അവരോടൊന്നും അങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമല്ല. എങ്കിലും എനിക്കൊരു സന്തോഷം, അത് പറയുന്നതിലൊരു സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ ഒരു CSA അംഗമാണ് കേട്ടോ. ഞാനിവിടെ തിരുപ്പുറം പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അന്ന് താമസിച്ചത് ആ കുടുംബത്തിൽ. ഒത്തിരി അനുഗ്രഹമുള്ളൊരു കുടുംബമാണ് കേട്ടോ. ഒത്തിരി കൃപയും അനുഗ്രഹമുള്ളൊരു കുടുംബം. അപ്പോൾ ഞാൻ എവിടെ പോയാലും എന്നെ തേടി വരും, എൻ്റെ അടുത്ത് വരും. ഇങ്ങനെ ഞാൻ താമസിച്ച വീട്ടുകാരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ രാത്രി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ അടുത്ത് വന്ന് ഒരു കുടുംബം വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടില്ലേ. അതവർ നെയ്യാറ്റിൻകര രൂപതയിലെ ലാറ്റിൻ കത്തോലിക്കരാണ്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ താമസിച്ചതാണ്. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നതാണ്. മിക്കവാറും ഞാൻ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ താമസിച്ച വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമല്ല, പാതി സമയം ഭക്ഷണം കഴിക്കാൻ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ, അല്ലാണ്ടൊന്നും ഇറങ്ങാറില്ല. പക്ഷേ കുറച്ചേരൊക്കെ വർത്താനം പറയും. അപ്പോൾ അവരുടെ സ്നേഹമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഈ CSA സഭയെ ബഹുമാനിക്കാൻ കാരണം അത് തന്നെയാണ്. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന സ്നേഹമുള്ള മനുഷ്യർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അങ്കിളും ആൻറ്റിയൊക്കെ ഏറ്റവും നല്ലൊരു ഇതാണ്. എന്നോട് എപ്പോഴും പറയും, ഞാൻ ഇന്ന് വന്നപ്പോഴും പറഞ്ഞു എന്നോട്, അച്ഛാ ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് എവിടെയെങ്കിലും താമസത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളണം, ഞങ്ങളിവിടെ ഒരു മുറി അച്ഛനെ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി അങ്കിളിനെയും ആൻറ്റീനെയും ഓർക്കാണ്. ഞാനിത് പറഞ്ഞതുകൊണ്ട് അവർക്ക് സങ്കടം ഉണ്ടാവുള്ളൂ, ഞാൻ പറയുന്നതെന്നൊക്കെ അവർ ആഗ്രഹിക്കുക. എങ്കിലും അത് നന്ദിയുടേതായിട്ടുള്ള വാക്കുകൾ യേശുദാസ് അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വന്നതാ. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഈ വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെല്ലാവരെയും ഓർക്കുന്നു. അതോടൊപ്പം എൻ്റെ ശബ്ദപരിധിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ദിവസത്തിൻ്റെ ഒത്തിരി ദൈവാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ ഇന്ന് പകൽ സമയം മുഴുവൻ ഞാനിങ്ങനെ ഈ വീട്ടിൽ ചെന്നാലും ഭക്ഷണം കഴിക്കാൻ മാത്രം പുറത്തിറങ്ങുള്ളൂ കേട്ടോ, ഏത് വീട്ടിലാണെങ്കിലും. ബാക്കി നേരമൊക്കെ എനിക്ക് പ്രാർത്ഥനയാണ്. അപ്പോൾ മിക്കവാറും രാവിലെ ഞാൻ ഭക്ഷണം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കയറി ഉച്ചനേരം വരെ ഇന്ന് പ്രാർത്ഥനയായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ഓർത്തിട്ടാണ് ഇന്ന് പ്രാർത്ഥിച്ചത്, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമുണ്ട് കേട്ടോ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 121 അധ്യായം 3 തിരുവചനം കേട്ടോ. അത് വളരെ ശക്തിയുള്ളൊരു വചന. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നൊരു വചന. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയത്. എനിക്കറിയാവുന്നൊരു വചനമാണ്, നിങ്ങൾക്കറിയാവുന്നൊരു വചന, ഏറ്റവും ശക്തിയുള്ളൊരു വചന. ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. നിന്റെ കാല് വഴുതാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു വചന കേട്ടോ. ഞാൻ ഇന്ന് അങ്കിളിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച്, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പകൽ സമയം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണിത്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു വചനം. വചനം ഒന്നുകൂടി പറഞ്ഞേ. നിൻ്റെ കാല് വഴുതാൻ, എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞേ, നിൻ്റെ കാല് വഴുതാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. അങ്ങനെയല്ലേ? ഞങ്ങളുടെ കയ്യിൽ ഉറക്കം തൂങ്ങുകയില്ല എന്നാ. ഞങ്ങൾ യോസേപ്പ് ബൈബിൾ വരുമ്പോൾ കുറച്ചും കൂടിയും പുതിയ വിവർത്തനങ്ങൾ വരും, അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസം വരിക. ഞാൻ യോസേപ്പ് ബൈബിൾ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെയാണ്. അച്ഛൻ പറയുന്നൊന്നുകൂടി പറഞ്ഞേ. നിന്റെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു വചനമാണ് കേട്ടോ. എന്നെ കാല് വഴുതാൻ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ എൻ്റെ തമ്പുരാൻ സമ്മതിക്കുമോ? ഇല്ല. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അറിയോ? നമ്മുടെ അപ്പനാണത്, നമ്മുടെ അപ്പനായിരിക്കണേ. ആ അപ്പൻ നമുക്കൊരു കുറവുണ്ടാവാൻ സമ്മതിക്കുമോ? ഈ സ്റ്റേജിൽ ഏതെങ്കിലും അപ്പന്മാരിപ്പുണ്ടോ? നിങ്ങളപ്പന്മാരില്ലേ? അപ്പനാണോ? വന്നേ, ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഇങ്ങോട്ട് വന്നോ. എത്ര പിള്ളേരുണ്ട്? പറഞ്ഞാൽ കേൾക്കോ? ഒന്ന് പോയേട്ടാ. അനുസരണമുള്ള പിള്ളേരാണോ? ഇവിടെ ഉണ്ടോ? ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ കൊന്നേനാ പിള്ളേരെ കേട്ടോ. ഈ അനുസരണമുള്ള പിള്ളേരെന്ന് പറയുമ്പോൾ എനിക്കൊരു അസൂയ. കാരണം ഞാൻ അനുസരിച്ചിട്ടില്ല എൻ്റെ തന്നേരെന്നുള്ളതിന്. ചെറിയ പ്രായത്തിൽ അനുസരണ അത്രയൊന്നും ഇല്ലാത്തൊരു ചെക്കനായിരുന്നു കേട്ടോ. എങ്ങനെയോ സെമിനാരിൽ പോയതാ കേട്ടോ. സത്യം, എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശമൊക്കെ പിടിയിട്ടുണ്ട്. എൻ്റെ സംസാരവും സ്വഭാവം കണ്ടിട്ട് എങ്ങനെയോ സെമിനാരിൽ പോയതാ. സത്യം പറഞ്ഞാൽ അങ്ങനെ പോയതാ, അല്ലാണ്ട് വലിയ പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ സെമിനാരിൽ പോയ ടീമൊന്നല്ല ഞാൻ കേട്ടോ. കർത്താവിൻ്റെ കൃപ കൊണ്ട് ആഗ്രഹം ഉണ്ടായിന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആഗ്രഹം, അച്ഛനായ കൊള്ളാം, നല്ല പരിപാടിയാണ് കേട്ടോ, നല്ല രസമുണ്ട് അച്ഛന്മാരൊക്കെ കാണാൻ ഇല്ലേ. അച്ഛന്മാരുടെ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു തേജസ് ഉണ്ട്. ബാക്കി വ്യക്തികളിൽ നിന്നും എൻ്റെ മുഖത്ത് നോക്കണ്ട, ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിക്കോ കേട്ടോ. ഒരു ഭംഗിയുണ്ട്, എന്നതില്ലാത്തൊരു ഭംഗി ഉണ്ടാവും ഈ അച്ഛന്മാരുടെ മുഖത്ത് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ അച്ഛന്മാരുടെ മുഖത്ത് കാണുന്ന തേജസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നറിയോ? അത് പറയാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, എങ്കിലും പറയാം. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അച്ഛന്മാരെ വിളിക്കുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കും. ഞാൻ വിചാരിച്ചെന്നറിയോ, പണ്ട് ഈ കൂലിപ്പണിക്കാരൻ്റെ മോനെ, ഞാൻ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചത്, ഞാൻ ഒരു കൂലിപ്പണിക്കാരൻ. വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഈ ചില നേരത്തൊന്നും ഭക്ഷണം ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ, ചെറിയ പ്രായത്തിൽ, ഞങ്ങളുടെ കൊച്ചു പ്രായത്തിൽ. ഇപ്പം അതൊക്കെ മാറ്റി കേട്ടോ, കർത്താവ് അതൊക്കെ മാറ്റി തന്നെന്നുള്ളതാണ്, ഭയങ്കര അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, ചില നേരത്തെ കറികളൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ നോക്കിക്കഴിയുമ്പോൾ, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ വരുമ്പോൾ നല്ല ഭക്ഷണം കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, അച്ഛനായ ഭക്ഷണത്തിന് കുറവുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഓർക്കണം, ഭക്ഷണം നോക്കി അച്ഛനാകാൻ പോയ ടീമാണ് ഞാൻ കേട്ടോ, സത്യം പറഞ്ഞാൽ. പക്ഷെ ഇപ്പം എനിക്കറിയാം കേട്ടോ, നമ്മുടെ മിഷൻ പ്രദേശത്തൊക്കെ ഒത്തിരി അച്ഛന്മാർ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി അച്ഛന്മാർ. എനിക്കറിയാം, ആഫ്രിക്കയിൽ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട് മിഷൻ ഫീൽഡിൽ. എൻ്റെ പൊന്നോ, ഒരു ദിവസം ഇവൻ വിളിക്കുമ്പോണ്ടല്ലോ എനിക്ക് തന്നെ സങ്കടമായി. ഞാൻ തന്നെ സങ്കടപ്പെട്ട് അവരോട് ചോദിച്ചു, എടാ വേറെ കറിയൊന്നുമില്ലേ? ഈ അവിടെ ഒരു അരി കിട്ടും ഇങ്ങനെ, ഈ ശരിക്കും ഈ ചെളിവെള്ളത്തിൻ്റെ കളറിലാണ് അരി ഇരിക്കണേ. ആ അരി ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇവനെങ്ങനെയാ ചോറിനണമെന്നറിയോ? ഈ അരിയിലേക്ക് മുളകോടി കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച്, ആ മുളകോടി ഇടും, എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കും, ആ വെളിച്ചെണ്ണ മുകളിലേക്ക് വയ്ക്കും, ഇച്ചിരി ഉപ്പിടും, എന്നിട്ടാണ് അവൻ കഴിക്കണേ. അപ്പം ഇവൻ പറയാ, എടാ ഇവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണമാണ് ഇത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നടവേ, ഇപ്പം എനിക്ക് മനസ്സിലായി, ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന കുറേ അച്ഛന്മാരൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാ. പക്ഷേ മിഷൻ പ്രദേശത്തൊക്കെ, ഇപ്പം നമുക്ക് CSS സഭയ്ക്ക് തന്നെയുണ്ട് മിഷൻ പ്രദേശത്ത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അച്ഛന്മാരുണ്ട് കേട്ടോ, ഒത്തിരി അച്ഛന്മാർ. എനിക്കിപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഇപ്പം ഞാനിവിടെ വരുന്നതുകൊണ്ട് മിഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത അച്ഛന്മാർ എനിക്കറിയാം.
അപ്പോൾ അവർ പറയണേക്കണം സങ്കടങ്ങളൊക്കെ. മിഷൻ പ്രദേശത്ത് പോയിട്ട് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വചനം പ്രസംഗിക്കാൻ, ജീവിക്കാൻ, ഭക്ഷണം പോലും കിട്ടില്ല. അങ്ങനെയുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ആ കൺസെപ്റ്റൊക്കെ അന്നായിരുന്നു എൻ്റെ, ഇന്ന് മാറി. ഭക്ഷണം കിട്ടാത്ത അച്ഛന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ പ്രായത്തിൽ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമാണ് 4 നേരം അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കിട്ടുക, ഇറച്ചിക്കറിയൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നോക്കിപ്പോയതാ. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ അച്ഛനാകുമ്പോഴെന്ന് പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ സങ്കടപ്പെടും. കാരണം 12 വർഷം പോണ്ട ഇവിടെ കേട്ടോ, 12 വർഷം സെമിനാരി പോയി പഠിക്കണം. ഇപ്പം 12 വർഷം പഠിക്കാനുള്ളതുകൊണ്ട് എല്ലാവർക്കും വിഷമമാണ്. കാരണം 12 വർഷം മക്കളെ എപ്പോഴും കാണാനൊന്നും പറ്റത്തില്ല. കാരണം എല്ലാ വർഷത്തിലും ചിലപ്പോൾ ഒരു 10-15 ദിവസം അവധിയുള്ളൂ. ഞങ്ങൾക്ക് അവധി അത്രയേ ഉള്ളൂ എല്ലാ വർഷത്തിലും. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരി പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സങ്കടമാണ്. എല്ലാ മാതാപിതാക്കൾക്കും സങ്കടമാണ്. മിക്കവാറും എല്ലാ മാതാപിതാക്കളും പോകണ്ടെന്ന് പറയുള്ളൂ. കാരണം 12 വർഷം കഴിഞ്ഞിട്ടല്ലേ പിന്നെ തിരിച്ചു വരുള്ളൂ മോൻ. ഈ 12 വർഷത്തിൽ ചിലപ്പോൾ 10 ദിവസമോ 15 ദിവസമോ കൂടി വന്ന് ചിലപ്പോൾ ഒരു മാസം കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഒരു മാസം ഈ ഒരു വർഷത്തിൽ. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം പള്ളിയിൽ പോകണം, ബാക്കി ഒത്തിരി ഉത്തരവാദിത്തങ്ങളായിട്ട് തന്നെ. അപ്പോൾ വീട്ടിലിരിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പം സാധാരണ മാതാപിതാക്കൾക്ക് അച്ഛനാകാൻ വിടാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ. ഞങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെയാണ്. അച്ഛനാകാൻ പറഞ്ഞാൽ ഭയങ്കര സങ്കടം വരും അപ്പനമ്മയ്ക്കും. അച്ഛനാകുന്നതിലല്ല, മക്കളെ കാണാൻ പറ്റില്ല, ഒരാവശ്യത്തിന് വിളിക്കാൻ പറ്റില്ല, ഒരു വീട്ടിലൊരു കല്യാണമോ ഒരു പരിപാടിയോ ഒന്നിനും വിളിക്കാൻ പറ്റത്തില്ല. അവർ വെക്കേഷൻ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ക്രിസ്മസിനൊരു വെക്കേഷൻ ഉണ്ടാവും, ഓണത്തിനൊരു വെക്കേഷൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതോടുകൂടെ കഴിഞ്ഞു. അപ്പോൾ അപ്പനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. പക്ഷേ എന്നെ സെമിനാരി വിടുമ്പോൾ എൻ്റെ തന്തയും തള്ളയും എൻ്റെ പൊന്നോ 35 പേരുണ്ടായിരുന്നു ഞങ്ങൾ സെമിനാരി ചേരുമ്പോൾ. ഞാൻ നോക്കുമ്പോൾ ബാക്കി 34 എണ്ണത്തിൻ്റെ അപ്പനും അമ്മയും കരയുക ഇവർ സെമിനാരി വരുന്നിട്ട്. എൻ്റെ തള്ള മാത്രം ചിരിച്ചോണ്ടിരിക്കുക. അപ്പം എന്നോട് പറയാ പൊക്കോ പൊക്കോ. ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് കരച്ചിലൊന്നുമല്ലോ, രക്ഷപ്പെട്ടു പോനെ, നിന്നെ മാത്രം മേയ്ക്കാനായിരുന്നു ബുദ്ധിമുട്ട്, നീ പോകുന്നറിഞ്ഞതിൽ സന്തോഷം. കാരണം ഞാൻ 2ാമത്തെ സന്താനം കേട്ടോ. എന്നോട് പറഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറാൻ. എനിക്ക് അങ്ങനെ ചില വാശികളും ദേഷ്യങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ. ഇന്നതൊക്കെ മാറി കേട്ടോ. പണ്ടങ്ങനെയല്ല, ഇച്ചിരി വാശിയും ഇച്ചിരി തൻ്റെ ഇടമൊക്കെ കൂടുതലാണ്. എന്തിനും തൻ്റെ ഇടം കൂടുതലാണ്. ഈ അങ്കമാലിക്കാരോട് നിങ്ങൾ ചോദിച്ചറിയാം, ഇച്ചിരി തൻ്റെ ഇടകളാണ് എല്ലാം, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ ഈ സെമിനാരിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി. ദൈവമേ ഒരു മോനെങ്കിലും നന്നാവൂല, കുറച്ചൊക്കെ വിശ്വാസത്തോടെ തിരിച്ചു വരില്ല. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അച്ഛനാവാൻ കേട്ടോ, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പനും അതിലും വേറെ സന്തോഷമായിരുന്നു. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഞാനിപ്പോൾ ഇതിനിപ്പോൾ ഇത് പറഞ്ഞെന്നറിയോ, ഈ ചെറിയ പ്രായത്തിൽ വികൃതിയുള്ള പിള്ളേര് വലുതാകുമ്പോൾ നന്നാകും, നിങ്ങൾ പേടിക്കണ്ട. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം പിള്ളേരുടെ പ്രശ്നമാണ്. അച്ഛാ എൻ്റെ കൊച്ച് പറഞ്ഞാൽ കേൾക്കണില്ല. ഞാൻ പറയാം, പൈതൽ സൂപ്പർ പൈതലായിരിക്കും വലുതാകുമ്പോൾ. വികൃതിയുള്ള പൈതൽ വലുതാകുമ്പോൾ അവർ നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുത്താൽ, ഒത്തിരി തല്ലുകയും ഇച്ചിരി വഴക്കൊക്കെ പറയുകയും ഒക്കെ ചെയ്താൽ അവർ വലുതാകുമ്പോൾ നല്ല പിള്ളേരായിരിക്കും, നല്ല പിള്ളേരായിരിക്കും. എന്നാൽ ഒരു വികൃതിയില്ലാത്ത പിള്ളേരെ ഞാൻ പറയും, നിങ്ങൾ പറയൂല ആ കൊച്ചു പാവച്ചാ, നല്ല കൊച്ചച്ചാ, ഞാൻ പറയും സൂക്ഷിച്ചോളണം, അവരെയാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ ഈ വികൃതിയുള്ള പിള്ളേരെ സൂക്ഷിക്കേണ്ട. കാരണം അവരുടെ സ്വഭാവം നമുക്കറിയാം, ഇവർ വികൃതിയാന്ന്. അപ്പോൾ അവരെ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയും വികൃതിയല്ലാത്ത പിള്ളേരെ ശ്രദ്ധിക്കല്ല ചെയ്യണ്ടേ, സൂക്ഷിച്ചോളണം. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, മിണ്ടാപ്പൂച്ച കാലോടയ്ക്കുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ശ്രദ്ധിച്ചോ, മിണ്ടാപ്പൂച്ചകൾ കാലോടയ്ക്കും. പക്ഷേ വികൃതി കാണിക്കുന്ന പിള്ളേരെ നിങ്ങൾ സൂക്ഷിച്ചോ, അവർ വലുതാകുമ്പോൾ നല്ല കൊച്ചങ്ങളായിട്ട്. നമ്മൾ തന്നെ പറയാറില്ല നമ്മുടെ നാട്ടിൽ, എന്നോ വികൃതിയായിരുന്നു അവൻ, ഇപ്പം നന്നായി. എന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്നതാ, പണ്ട് എന്നോ വികൃതി കാണിച്ചുകൊണ്ട് നടന്നവനാ, ഇന്ന് വചനം പ്രസംഗിക്കാൻ പോവാ. എൻ്റെ കർത്താവേ, പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വികൃതിയുള്ള പിള്ളേരുടെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ട, അവർ ശ്രദ്ധിച്ചാൽ മതി, അവർ നന്നായിക്കോളും. നന്നായിട്ട് ശ്രദ്ധിച്ചോ, അവർ വലുതാകുമ്പോൾ സൂപ്പർ കൊച്ചങ്ങളായിരിക്കും കേട്ടോ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആരാന്നറിയോ? ഞാനാ കേട്ടോ. ഞാൻ കാണിച്ച വികൃതി ഒന്നും ഒരു കൊച്ചും കാണിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ എത്ര സ്കൂൾ മാറിയിട്ടുണ്ടെന്നറിയോ, എന്തോരം കേസ് പിടിച്ചിട്ടുണ്ടെന്നറിയോ, ഇതൊക്കെ പിടിച്ചിട്ടാണ് പോയേ. പക്ഷെ അച്ഛനായി എന്നുള്ളതാ. എൻ്റെ നാട്ടുകാർ ഞാൻ അച്ഛനാന്ന് പറഞ്ഞപ്പോൾ അത് ഞെട്ടി, അവനായോ ആയോ, ഭയങ്കര ഞെട്ടലായിരുന്നു എൻ്റെ നാട്ടുകാർക്ക്. എന്നോട് പലരും ചോദിച്ചത്, നീ ഇംഗ്ലീഷ് പഠിക്കാൻ പോകണമെന്നില്ലടാ, ഇംഗ്ലീഷ് പഠിക്കാൻ പോകണമെന്നില്ലടാ, ഇംഗ്ലീഷ് പഠിക്കാൻ. ചേട്ടൻ്റെ കാല് വരണ്ടോ, വേദനിച്ചാലും കുഴപ്പമില്ല, അവിടെ നിന്നാതി കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കാലല്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പോകണമെന്നില്ലടാ, ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. ഞാൻ എന്നിട്ട് ഈ പട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു, ദൈവമേ ഈ നാട്ടുകാർ മുഴുവൻ ഞാൻ അച്ഛനാവാൻ പോകണമെന്ന് വെച്ചിട്ട് ഒറ്റണം വിശ്വസിച്ചില്ല. ഇതെങ്ങനെ അച്ഛനാവും? ജന്മത്തെ അച്ഛനാവില്ല, സ്വഭാവം കണ്ട ജന്മത്തെ അച്ഛനാവില്ല. ഞാനെന്നിട്ട് ആ തിരുപ്പട്ടം കഴിഞ്ഞിട്ട് ചെയ്തെന്നറിയോ, എൻ്റെ തിരുപ്പട്ടം കിട്ടിയ അന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് ഞാൻ അച്ഛനാവില്ല എന്നല്ലേ.
ഞാൻ എന്നിട്ട് ചെയ്തറിയോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു സ്വീകരണമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ, സഭയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എടാ കാറുണ്ട്, നമുക്ക് വീട് വരെ ഒന്ന് പോവാം. ഞാൻ ചേട്ടനോട് പറഞ്ഞു കാറൊന്നും വേണ്ട. ഞാൻ ചോദിച്ചു നീ വന്നില്ലേ, വീട്ടിൽ വന്നില്ലേ? ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ നടന്ന് വന്നോളാം. അപ്പോൾ ചേട്ടൻ ചോദിച്ചു എന്തിനാ നീ നടന്നു തന്നെ, കാറുണ്ടില്ല. ഈ നാട്ടുകാർ മുഴുവൻ അറിയണം ഞാൻ അച്ഛനായിന്ന്. നിങ്ങൾ ഓർക്കണം ഞാൻ അന്ന് എങ്ങനെ നടന്നെന്നറിയോ, എൻ്റെ കവലക്കോടെ ഇതിങ്ങനെ ആട്ടി ആട്ടി നടന്നെ കാണ് ഇതായിന്ന് കാണിക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അച്ഛനാവാൻ, ഭയങ്കര. കാരണം ഒരാൾ നമ്മളോട് ആകില്ല എന്ന് പറയുന്ന കാര്യമാണ്. നല്ല കാര്യമാണെങ്കിൽ ഞാൻ പറയും തൻ്റെ ഇടം ഉണ്ടോ ആയി കാണിച്ചു കൊടുത്തോളണം കേട്ടോ. അത് ഇവിടെ ഇരിക്കുന്ന ഏവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളോട് ഒരാൾ പറയാണ് നിന്നെ കൊണ്ട് പറ്റില്ല, ഒരു നല്ല കാര്യം നിന്നെ കൊണ്ട് പറ്റില്ല, നിനക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓർക്കണം ഈ പ്രസംഗം തന്നെ ഞാനിങ്ങനെ ഒരു വാശിപ്പുറത്ത്, എനിക്കിങ്ങനെ ചില വാശികളുണ്ട്. ഈ പ്രസംഗം തന്നെ ഞാൻ അങ്ങനെ ആക്കിയെടുത്തതാ. പണ്ട് ആദ്യമായിട്ട് പ്രസംഗം പറഞ്ഞപ്പോൾ തല കറങ്ങിപ്പോയി വീണ മനുഷ്യനെ ഞാൻ. ആദ്യമായിട്ട് പ്രസംഗം പറഞ്ഞപ്പോൾ പ്രഷർ കുറഞ്ഞുപോയി. ഞങ്ങൾക്ക് ഈ ബൈബിൾ വായന കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രസംഗമുണ്ട് ഞങ്ങളുടെ ഈ കുർബാനയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞങ്ങൾ ഈ കുർബാനയ്ക്കിടയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബൈബിൾ ഉയർത്തി സമാധാനം നിങ്ങളോട് കൂടെ എന്ന് കാണിക്കും. അപ്പോൾ താഴെ നിൽക്കുന്ന ജനം പറയും അങ്ങയോടും കൂടെ എന്ന് പറയും. അങ്ങയോടും കൂടെ എന്ന് പറയുന്നത് ഇങ്ങനെ കുമ്പിട്ടിട്ടാ പറയണേ, അങ്ങയോടും കൂടെ. അപ്പം ഞാൻ പ്രസംഗത്തിന് മുമ്പുള്ള ബൈബിൾ വായനയാണ്. ആദ്യമായിട്ട് പ്രസംഗം പറയാനുള്ള പേടി, മനസ്സിന് ആകുലത കയറി വരാം. ഞാൻ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു സമാധാനം നിങ്ങളോട് കൂടെ. അപ്പോൾ അവരെല്ലാവരും കുമ്പിട്ട് പറഞ്ഞു അങ്ങയോടും കൂടെ. കുമ്പിട്ടിട്ട് നോക്കിയപ്പോൾ അച്ഛനെ കാണാനില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി സമാധാനം നിന്നിട്ട് അച്ഛനെ അങ്ങോട്ട് പോയി. നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രഷർ കുറഞ്ഞ് ബൈബിളും പിടിച്ച് ഞാൻ താഴെ കിടക്കാം. ആദ്യമായിട്ട് പ്രസംഗിക്കേണ്ടി വന്നൊരു വേദിയാണ്. നിങ്ങൾ ഓർക്കണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നിങ്ങളോട് പറയാ, കൂടെ ഉള്ളവർ പറയാ പറ്റില്ല, നിന്നെ കൊണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കുന്നതാണ് ഒരു ആണത്വവും പെണ്ണത്വവും കേട്ടോ. ചെയ്തു നോക്ക്, കൃത്യമായിട്ട് അനുഗ്രഹം കിട്ടും. വചനമൊക്കെ പഠിക്കാനും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും ചില ജോലിക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനും ഇച്ചിരി മോട്ടിവേഷൻ തന്നാ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയിപ്പോൾ മക്കളുടെ കാര്യം ചോദിച്ചോ. ചേട്ടാ 2 കുട്ടികളുണ്ട്, പറഞ്ഞാൽ കേൾക്കും, സൂക്ഷിച്ചോ. എന്തെങ്കിലും ആവട്ടെ, നല്ല ചേട്ടനാ. ചേട്ടൻ്റെ പിള്ളേരൊക്കെ നല്ല കൊച്ചങ്ങളായിരിക്കും. എനിക്ക് 100%. എത്രയല്ലേ പഠിക്കണേ? കല്യാണം കഴിഞ്ഞു, 2 പേരും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അവൻ അനുസരിക്കെല്ലാം. എന്നാ ചെക്കനാടാ അത്? ചെക്കനാണോ? അവനെല്ലാ കാര്യങ്ങളും അനുസരിക്കും. എന്നാ ക്ഷീണ കൊടുത്തപ്പോ എന്തെങ്കിലും ആവട്ടെ, കേൾക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം കേട്ടിട്ട് നാളെ കേൾക്കാതിരുന്ന ആ പുള്ളി പറഞ്ഞാൽ പിന്നെ കേൾക്കാടില്ല, ഞാൻ അടുത്ത് തുടങ്ങും. അത് പോട്ടെ, കാര്യം കേട്ടെ. ഞാനൊരു കറ്റ കാര്യം ചോദിക്കണുള്ളൂ. മക്കൾക്ക് മോശമായ കാര്യം കൊടുക്കോ? എന്തു വന്നാലും കൊടുക്കോ? കൊടുക്കോ? ഇല്ല. ഇതൊരു തന്തയാ കേട്ടോ, ഒരു തന്ത, 2 മക്കളുടെ തന്ത. മകൻ എത്ര വലുതായാലും, മകൻ എത്ര വഴക്കുണ്ടാക്കിയാലും, ദേഷ്യപ്പെട്ടാലും നല്ലതല്ലാണ്ട് ചീത്ത കാര്യങ്ങൾ ചെയ്യോ? ചെയ്യില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ തന്തമാരും അങ്ങനെ തന്നെയാ, ആണല്ലയോ? അതെ, എല്ലാ തള്ളമാരും അങ്ങനെ തന്നെയാ, ശരിയല്ലേ? നിങ്ങളുടെ മക്കൾക്ക് മോശമായ ഒരു കാര്യം നിങ്ങൾ ചെയ്യോ? ഇല്ല. നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യം അറിയോ? ആ സ്വർഗീയ അപ്പനും നമ്മുടെ ജീവിതത്തിൽ മോശമായ ഒരു കാര്യവും ചെയ്യില്ല. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവമേ എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്യണേ? ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും എൻ്റെ കർത്താവേ നീ എന്താ തരാത്തെ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി, പേര് നോട്ടാ അല്ലാണ്ട് പിന്നെ എൻ്റെ പേര് ചോദിക്കാൻ പറ്റുമോ? രാജമണി. ഗംഭീര പേരാണ് ചേട്ടാ കേട്ടോ, സുന്ദരൻ കേട്ടോ. രാജമണി ചേട്ടാ, മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാറുണ്ടോ? സാധിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും? ഇതുവരെ സാധിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും? മോശമായ ഒരു കാര്യം ചോദിച്ചാലോ? ഇല്ല. ചോദിക്കില്ല. ചേട്ടൻ വിറച്ചു തുടങ്ങി, വേറെ തുടങ്ങി. ഇത്രയും കാറ്റടിച്ചിട്ടും ചേട്ടൻ വിറക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുമോ? മോശമായിട്ടുള്ളതൊന്നും ചോദിക്കില്ല. ആര് ചോദിക്കില്ല? മക്കള് ചോദിക്കും. അവര് ചോദിച്ചാലോ? കൊടുക്കൂല. പേടിക്കാണ്ട് പറ. അവർക്ക് ഉത്തരം കിട്ടണം. ചേട്ടൻ ഇവരുടെ അപ്പന്മാരുടെ ഒരു പ്രതിനിധിയാ. എനിക്ക് അത്രേ ഉള്ളൂ. ചേട്ടൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല.
ചേട്ടൻ തുടത്ത് പോലുമില്ല കേട്ടോ. ചേട്ടൻ പറഞ്ഞോ. ചേട്ടാ, മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? സാധിച്ചു കൊടുക്കും. മോശപ്പെട്ട അപ്പൊ എല്ലാ കാര്യത്തിലും ഈ മോശപ്പെട്ട കാര്യം വരില്ലേ? ഇനി ഉത്തരം പറ ചേട്ടാ, എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? ഇല്ല. അതാണ് എനിക്ക് വേണ്ടത് കേട്ടോ, അതിലാണ് എനിക്ക് ഉത്തരം വേണ്ടത്. ഇനി ചോദ്യത്തിലേ ഉള്ളൂ, ഏത് കാര്യമാണ് സാധിച്ചു കൊടുക്കണേ? നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന് നല്ലതാണെന്ന് ആർക്ക് തോന്നണം? നമുക്ക് തോന്നണം. ആർക്ക്? നമുക്കോ? എനിക്ക് തോന്നണം. അത് മതി കേട്ടോ. ഓക്കെ, ആർക്ക് തോന്നണം? എനിക്ക് തോന്നണം. ആ കാര്യം മാത്രമേ സാധിച്ചു കൊടുക്കും. അല്ലാത്ത കാര്യോ സാധിച്ചു കൊടുക്കത്തില്ല. സാധിച്ചു കൊടുക്കത്തില്ല. ഒരു അപ്പനെ വിളിച്ച് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണിത്. മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? ഇല്ല. മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ ഒരു അപ്പന് പറ്റില്ല. മക്കൾക്ക് നല്ലതാണെന്ന് മക്കൾക്ക് തോന്നിയിട്ട് കാര്യമില്ല. ആർക്ക് തോന്നണം? എനിക്ക് തോന്നണം. എനിക്ക് തോന്നണം. അപ്പനായ രാജമണി ചേട്ടന് തോന്നണം, എന്നാലേ സാധിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലാത്ത കാര്യമാണെങ്കിലോ ഇല്ല, കൊടുക്കൂല. അവര് വാശി പിടിക്കാ, കൊടുക്കോ? ഇല്ല. കരയാ, കൊടുക്കോ? ഇല്ല. ഭക്ഷണം കഴിക്കാതിരിക്കാ, കൊടുക്കോ? ഇല്ല. 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 എന്നാ തന്തേടാ അത്? ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും കൊടുക്കൂല? മോശം കേട്ട കാര്യമാണെങ്കിൽ എന്തു വന്നാലും കൊടുക്കത്തില്ല. നല്ല കാര്യമാണെങ്കിൽ ഏതറ്റം വരെ ആണെങ്കിട്ടെങ്കിൽ, അയ്യോ സോറി കേട്ടാ, ഏതറ്റം വരെ ആയിട്ടാണെങ്കിലും നല്ല കാര്യമാണെങ്കിൽ എന്നെ കൊണ്ട് കഴിവുള്ളത് കൊടുക്കും. ഈ ഒരു അപ്പനെ പിടിച്ചെടുത്തേക്ക്, എനിക്കൊരു അമ്മേനെ വേണം കേട്ടോ. ചേട്ടോട് രാജമണി ചേട്ടാ ഇവിടെ നിന്നോ. ഇവിടെ ഏത് അമ്മമാരുള്ളേ? കൊച്ചമ്മേനെ വിളിച്ചോക്കട്ടെ, കുഴപ്പമില്ലല്ല. കൊച്ചമ്മ വാ. യേശുദാസച്ചനെ മാത്രം നിങ്ങൾ പരിചയപ്പെട്ടിട്ട് കാര്യമില്ല, കൊച്ചമ്മേനെ കൂടി പരിചയപ്പെടല്ല. നല്ലൊരു കൈപ്പുണ്യമുള്ളൊരു സ്ത്രീയാട്ടോ, നല്ല ഭക്ഷണം കേട്ടോ, ഗംഭീര ഭക്ഷണമായിരുന്നു എനിക്ക് ഇന്നലെ തന്നെ. ഇങ്ങോട്ട് വാ. യേശുദാസച്ചനുള്ളത് ഞാനൊന്നും മിണ്ടാത്ത കേട്ടോ. വാ കൊച്ചമ്മ, ഒറ്റ ചോദ്യമുള്ളൂ. കൊച്ചമ്മേ, 2 പിള്ളേരുണ്ട് എനിക്കറിയാം, നല്ല കൊച്ചങ്ങളാ കേട്ടോ. ഇത് മോളല്ലേ? ഒരു പാട്ട് പാടിയതാട്ടെ മോള്, അറിയാലല്ലേ? എന്നെക്കാലം നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം, പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് പാടി കേട്ടോ, നല്ലോണം പാടുന്നുണ്ട്. ബെസ്റ്റ് വിഷസ് കേട്ടോ, നന്നായിട്ട് പാടുന്നുണ്ട്. നല്ലൊരു ഐഡിയ കൊടുത്തേ അവൾക്ക് കേട്ടോ. ഗംഭീര പാട്ട്, രസമായിട്ട് പാടി. അവസാനത്തെ പാട്ട് തന്നെ ഇത്രയും പിച്ചിലൊക്കെ പൊക്കി പാടുമ്പോൾ ഇത് എവിടെ പോയി നിൽക്കുന്നതായിരുന്നു ഞാൻ ചിന്തിച്ചേ. പുള്ളിക്കാരത്തി മാനത്ത് നോക്കിയാൽ പാടി. ഞാൻ വെച്ചാൽ അവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, നന്നായിട്ട് പാടി. മെഡിസിന് പഠിക്കുക, പരീക്ഷയുണ്ട് ഈ ഞായറാഴ്ച. ഒന്ന് പ്രാർത്ഥിച്ചേര് കൊച്ചിന് വേണ്ടിയിട്ടാ. ഓക്കെ, കാര്യത്തിലുള്ളൂ. മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ കൊച്ചമ്മേ? എന്നാ കാര്യം പറ, എന്തുകൊണ്ട്? ഏത് കാര്യം സാധിച്ചു കൊടുക്കണേ? നമ്മുടെ അടുത്ത് പറയുന്ന എൻ്റെ അടുത്ത് പറയുന്ന നല്ല കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. എൻ്റെ അടുത്ത് പറയുന്ന നല്ല കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. നല്ല കാര്യങ്ങളാണെങ്കിൽ മാത്രം സാധിച്ചു കൊടുക്കും അല്ലേ? മോശപ്പെട്ട കാര്യമാണെങ്കിലോ സാധിച്ചു കൊടുക്കില്ല. എന്തു വന്നാലും സാധിച്ചു കൊടുക്കും. ഉറപ്പാണേ? അവർ കരയാ, കൊടുക്കോ? ഇല്ല. വാശി പിടിക്കുക? ഇല്ല. മിണ്ടാതിരിക്കുക? ഇല്ല. ഭക്ഷണം കഴിക്കാതിരിക്കുക? ഇല്ല. കൊച്ചമ്മയായിപ്പോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാണ്. ഞാൻ കേട്ടോ, നിങ്ങൾ ചിന്തിച്ചോക്കെ, ഇവിടെ ഒരു അമ്മേനെ പിടിച്ചിരുത്തി, ഞാൻ കൊച്ചമ്മന്ന് വിളിക്കണില്ലേ, ഒരു അമ്മ, ഒരു സാധാരണ അമ്മ, ഇവിടെ ഒരു അപ്പനെയും പിടിച്ചിരുത്തി, ഒരു സാധാരണ അപ്പൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു അപ്പനും അമ്മയും പറയാം മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിതത്തിന് നല്ലതാണെന്ന് ഒരു അപ്പനും അമ്മയ്ക്കും തോന്നണം, എന്നാലേ സാധിച്ചു കൊടുക്കും. അവർ വാശി പിടിച്ച കൊടുക്കോ? ഭക്ഷണം കഴിക്കാതിരിക്കാൻ കൊടുക്കോ? മിണ്ടാതിരിക്കാൻ കൊടുക്കോ? മിണ്ടാതിരുന്നല്ലെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കാൻ കൊടുക്കോ? ഇല്ല. കാരണം എന്തു വന്നാലും കൊടുക്കൂല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ അപ്പനും അമ്മയും പറഞ്ഞൊരു കാര്യത്തിലുള്ളൂ. ഈ അപ്പൻ നല്ല അപ്പനാണെങ്കിൽ, നിങ്ങൾക്ക് തോന്നാ ഈ അപ്പൻ നല്ല അപ്പനാണെങ്കിൽ നല്ല കൈയടി അപ്പനോടത്തെ. അപ്പൊ നിങ്ങളൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന അപ്പനല്ല നല്ല അപ്പൻ. മക്കൾക്ക് നല്ലത് മാത്രം ചെയ്യുന്ന അപ്പനാണ് നല്ല അപ്പൻ. ഇത് നല്ല അമ്മയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കൈയടി അമ്മയ്ക്ക് കൊടുത്തേ. 2 പേർക്കും അഭിനന്ദനങ്ങൾ. പൊക്കോ. അടുത്ത പ്രാവശ്യം ഇപ്പൊ തന്നെ വിളിച്ചേക്ക രാജമണി ചേട്ടാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യ, എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന അപ്പനാണോ നല്ല അപ്പൻ? അല്ല. എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന അമ്മയാണോ നല്ല അമ്മ? അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം തന്നെയാ, നമ്മുടെ സ്വർഗീയ പിതാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു തരുമോ? പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടുള്ളവരൊന്ന് കൈവക്കേ. പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുള്ളവര്
ചേട്ടൻ കിട്ടിയിട്ടുണ്ടോ? ചേട്ടൻ ഭാഗ്യവാനാ. നിങ്ങൾ ആരെയും നോക്കണ്ടെന്ന്, ആ ചേട്ടനെ മാത്രം ഞാനും കണ്ടു. ഇനി പേടിക്കണ്ട. എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, സത്യം പറയാലോ, എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ചില കാര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും തമ്പുരാനൊരു പദ്ധതി ഉണ്ട് നമ്മളെക്കുറിച്ച്. തരില്ല. എന്തോരം പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങൾ തരില്ല. എന്തോരം സങ്കടപ്പെട്ടാൽ അത് തമ്പുരാന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ചില കാര്യങ്ങൾ തന്നാൽ ശരിയാകില്ലെന്ന് ആർക്കറിയാം? ആർക്കറിയാം? ദൈവത്തിനറിയാം. പിന്നെ തരുവോ? ചിലരോട് ചോദിക്കും, എൻ്റെ അച്ഛൻ എന്തോരം പ്രാർത്ഥിക്കണച്ചാ, എന്തോരം കരയണച്ചാ, എന്തോരം ഉപവാസം എടുക്കണച്ചാ, എന്തോരം നിലവിളിക്കണച്ചാ, എന്തോരം വചനം വായിക്കണച്ചാ, എന്തോരം ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണച്ചാ, എന്നിട്ട് എന്തേ ദൈവം തരാത്തെ? ചില കാര്യങ്ങൾ തന്നാ ശരിയാകില്ലെന്ന് ദൈവത്തിനറിയാം. ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിന് ശരിയാകില്ലെന്ന് എൻ്റെ സ്വർഗീയ അപ്പനറിയാം. ആ അപ്പൻ എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ തരൂ. മോശമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വെച്ച് തരില്ല. ജീവിതത്തിൽ നല്ലത് മാത്രമേ എൻ്റെ തമ്പുരാൻ, എൻ്റെ അപ്പൻ, എൻ്റെ സ്വർഗീയ അപ്പൻ എനിക്ക് തരൂ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത എന്ന്? നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ സുന്ദരനായ ഒരു മനുഷ്യനുണ്ട് ബൈബിളിൽ, അബ്രഹാം. കേട്ടോ, അബ്രഹാം. നിങ്ങൾക്കറിയാം, ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. എല്ലാം ഉണ്ടായിരുന്നു അബ്രഹത്തിന്. പക്ഷെ ഒരു കുറവുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നില്ല? മക്കളുണ്ടായിരുന്നില്ല. ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. വർഷങ്ങളോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഒരു കൊച്ചിനെ കൊടുത്തു. താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കില്ലെന്ന് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ട് ഈ കൊച്ചിനെ വളർത്തി വലുതാക്കി ഒരു പരുവെത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ആ കൊച്ചിനെ എനിക്ക് വേണ്ടി യാഗബലി അർപ്പിക്കണം. നിങ്ങളാണെങ്കിൽ കൊടുക്കോ? കൈകൊട്ടി ചേച്ചി, റോസമ്മ റസലം ചേച്ചി എഴുന്നേറ്റെന്നേ. റസലെന്നല്ലേ എഴുന്നേറ്റൊക്കെ സുന്ദരിയായിട്ട് വന്നേക്കാനുള്ളത് നെട്ടുടുപ്പത്. ആ റസലേച്ചി, പിള്ളേരുണ്ടാ? എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ടാ? ദൈവം ചോദിച്ചോ കൊടുക്കോ? കൈകൊട്ട് മാത്രമേ ഉള്ളൂ. കൊടുക്കോ? എന്തോ അപ്പൊ ചോദിക്കണ നേരത്തെ ഇതൊക്കെ പറഞ്ഞാൽ മതി. അവിടെ ദൈവം നന്നല്ലേ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? അങ്ങോട്ട് ചോദിക്കുമ്പോൾ പറയും നമ്മൾ അല്ലേ. ദൈവം ചോദിച്ചു കൊടുക്കാൻ പറ്റുമോ? രാജമണി ചേട്ടാ കൊടുക്കുവോ? സ്റ്റാൻഡപ്പ് ചോദിച്ചോട്ടെ, അവിടെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാ. രാജമണി ചേട്ടാ സ്റ്റാൻഡപ്പ്. ദൈവം ചോദിച്ചോ കൊടുക്കോ? പ്രയാസാണ്. ഇവിടെ ആരാ കൊടുക്കണേ? ദൈവം ചോദിച്ചാ രാജമണി ചേട്ടാ ഇരുന്നോ? ഞാനാണെങ്കിലും കൊടുക്കൂലടവേ. സത്യം പറയണേ, ഞാനാണെങ്കിലും കൊടുക്കൂല. ഞാൻ ഇത്രയും വചനം പ്രസംഗിച്ചാലും എനിക്ക് പറ്റില്ലടവേ. എനിക്കില്ലട്ടോ, എനിക്കില്ല. എന്നാലും കൊടുക്കത്തില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത്രയും ഒരു മകന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞെന്നറിയോ? ഇപ്പം എൻ്റെ പെങ്ങൾക്ക് 2 കൊച്ചങ്ങളാ, 2 ആൺകുട്ടികളാ. എൻ്റെ വീട്ടിൽ മുഴുവൻ ആൺകുട്ടികളാ, ഒരു പെങ്കൊച്ച് ഇപ്പം ജനിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ പെങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ തന്നെ ഞാൻ സങ്കടപ്പെടാം. ദൈവമേ, എൻ്റെ പെങ്ങളുടെ കൊച്ചാണെങ്കിലും എൻ്റെ കൊച്ചിനെ പോലെ ഞാൻ നോക്കണേ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ദൈവമേ, ഇതിനൊരു അസുഖം വന്നാൽ നമ്മൾ ആകെ വിഷമിക്കുക. ഓടിച്ചെല്ല കാണാൻ, എൻ്റെ കൊച്ചിനെ പോലെ ഓടിച്ചെല്ല. കാരണം നമുക്ക് ഇനി ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് കൈ പിടിക്കാനോ വലിയോടത്തൊന്നും കൊണ്ടുപോകാനൊക്കെ ഇതുങ്ങളുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സ്നേഹം. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, അത്രയും വിഷമമുണ്ട് എനിക്ക്. അപ്പോൾ സ്വന്തം കൊച്ചിനെ ദൈവം ചോദിച്ചാൽ ഇങ്ങനെ കൊടുക്കും. പക്ഷെ ഈ ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് ഇത്രയും ബഹുമാനം തോന്നിയിട്ടുള്ളൊരു കഥാപാത്രം അബ്രഹാം. കേട്ടോ, വർഷങ്ങൾ പ്രാർത്ഥിച്ച ഒരു കൊച്ചിനെ കിട്ടിയിട്ട് ദൈവം പറയാ, കൊച്ചിനെ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം. വെറുതെ കൊടുക്കാനല്ല പറയണേ, സ്വന്തം കൊച്ചിന്റെ നെഞ്ചത്തൊരു കടാര കൊണ്ട് കുത്തിയിറക്കി ആ ചോര കൊണ്ട് ബലിയർപ്പിക്കണമെന്ന്. ഏത് അപ്പനാ പറ്റണം അങ്ങനെ? എനിക്ക് അത്ഭുതപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ അബ്രഹാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ഈ അബ്രഹാം. ഈ അബ്രഹാം എന്ന മനുഷ്യനറിയോ, ദൈവം പറഞ്ഞു എന്ന് ദൈവത്തോട് ചോദിച്ചോ, ദൈവമേ നീ വേറെ എന്തെങ്കിലും ചോദിച്ചോ ഞാൻ തന്നോളാം. പറഞ്ഞോ? ഇല്ല. ദൈവത്തോട് മിണ്ടാതിരുന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഇല്ല. നമ്മളായിരുന്നെങ്കിലാ പള്ളിയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം കൊച്ചിനെയാണോ ചോദിച്ചേ? വേണ്ട, പ്രാർത്ഥന ഇന്നലെ നിർത്തിയേക്കാം. നമ്മളാണെങ്കിൽ പണ്ട് ഇറങ്ങിപ്പോയ കർത്താവിൻ്റെ അടുത്തുനിന്ന് വന്നതാ. അബ്രഹാം പോയിട്ട് സ്വന്തം ഭാര്യയോട് പറഞ്ഞോ? ഇല്ല. ആ മനുഷ്യൻ ഒരു ആളോട് വാക്ക് പോലും പറയാതെ
അവൻ്റെ പെറ്റ തള്ളയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അവന് ജീവൻ കൊടുത്ത് വളർത്തി വലുതാക്കിയ സ്വന്തം സഹധർമ്മിണിയോട് ഒരു വാക്ക് പോലും ഉരിയാടാതെ ആ മനുഷ്യൻ പിറ്റേ ദിവസം സ്വന്തം കൊച്ചിനെടുത്തോണ്ട് പോവാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി ആ മനുഷ്യന്റെ വിശ്വാസം. സ്വന്തം മോനെ ദൈവം ചോദിച്ചേ, വേറൊരു തലമുറ മുമ്പിലില്ല. ദൈവം അനുഗ്രഹിച്ചൊരു മനുഷ്യൻ അബ്രഹാം, നിന്നെ തലമുറയോളം അനുഗ്രഹിക്കുന്ന തമ്പുരാൻ പറഞ്ഞേ. പക്ഷെ അബ്രഹത്തിന്റെ മുമ്പിലെ ദൈവം പറയാ, നിന്റെ കൊച്ചിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. ആ മനുഷ്യന് വേറെ ചോദ്യങ്ങളോ വേറെ ഉത്തരങ്ങളോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ പിറ്റേ ദിവസം സ്വന്തം കൊച്ചിനെടുത്തോണ്ട് പോവാ. പോകുന്ന വഴിയില്ല ലോകത്തെ മുഴുവൻ ചങ്കുലയ്ക്കുന്നൊരു ചോദ്യം തന്നെ. സ്വന്തം മകനാ ചോദിക്കണേ. ഇസഹാക്ക് എന്ന മകൻ സ്വന്തം അപ്പന്റെ കരങ്ങൾ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ആ അപ്പന്റെ മുഖത്തേക്കൊക്കെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പാ അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? ഞാൻ പറയുമ്പോ പീവോസ് ബൈബിളായിരിക്കും പറയാ കേട്ടോ. ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പന്റെ ചങ്ക് എവിടെയാ? കാരണം ഇത്രയും വർഷം പ്രാർത്ഥിച്ചൊരു മകനെ കുറച്ചു നേരത്തിനുള്ളിൽ കത്തി കുത്തി കൊല്ലണം, അവന്റെ നെഞ്ചത്ത് കടാര കുത്തി കൊല്ലണം. അങ്ങനെ കൊല്ലേണ്ടി വരുന്ന ഒരു അപ്പന്റെ ചങ്ക് പെടയുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചോക്ക്. ആ ചങ്ക് പെടയുന്ന അവസ്ഥയിലും അത്രയേറെ കരയുന്ന നിമിഷത്തിലും അബ്രഹാം എന്ന മനുഷ്യൻ സ്വന്തം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ ഡയലോഗ് പറഞ്ഞോളൂ, പൊന്നുമോനെ ഇസഹാക്കേ, പൊന്നുമോനെ ഇസഹാക്കേ, ദൈവം തരും, ദൈവം തരും, ദൈവം തരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ മനുഷ്യന്റെ വിശ്വാസം. ദൈവം പറയാ സ്വന്തം മോനെ കൊല്ലണോന്ന്, സ്വന്തം മകനെ വക വരുത്തി നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണോന്ന്. അപ്പോഴും അബ്രഹാം പറയാ ദൈവം തരുമെന്ന്. എന്തുട്ട് വിശ്വാസമായിരുന്നു മനുഷ്യന്റെ. സ്വന്തം മകനേക്കാളും ദൈവത്തെ സ്നേഹിച്ചൊരു മനുഷ്യനാണ് അബ്രഹാം. സ്വന്തമായിട്ടുള്ള എന്തിനേക്കാളും ദൈവത്തെ സ്നേഹിച്ചൊരു മനുഷ്യൻ. പിന്നെയും കയറി പോവാ, മലയുടെ അറ്റത്തെത്തി, തുമ്പത്തെത്തി. അപ്പോഴും മകന് സംശയം, ഇസഹാക്കിന് സംശയം. കാരണം ബലിക്കുള്ള കുഞ്ഞാട് കയ്യിൽ കരുതിയിട്ടില്ല. എന്ത് ചെയ്യും? അപ്പന്റെ കരങ്ങൾ ഒന്നും കൂടി പിടിച്ചു വലിച്ചിട്ട് അപ്പനോട് ഇച്ചിരി വാശിയോടുകൂടെ സ്വന്തം മകൻ ഒന്നുകൂടി ആരാഞ്ഞു. ആ ലോകത്തെ മുഴുവൻ ചങ്കുലയ്ക്കുന്ന ചോദ്യം, അപ്പാ അപ്പാ ഇനിയെങ്കിലും പറ, ബലി തുടങ്ങാൻ സമയമായി. അപ്പനിങ്ങനെ പറയില്ലേ, ബലിക്കുള്ള വിറക് നിരത്താൻ പോവാ, കൈ കെട്ടി എന്തെങ്കിലും ചെയ്യണ്ടേ, ബലിയർപ്പിക്കണ്ടേ. എന്ത് ബലിയർപ്പിക്കും? അപ്പന്റെ മുഖത്തേക്ക് ഒന്നും കൂടി ആരാഞ്ഞു. അപ്പ വിറകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പം പറ. അപ്പന്റെ ചങ്ക് എവിടെയാ? കാരണം കുറച്ചു നേരത്തിനുള്ളിൽ സ്വന്തം മകനെ കൊല്ലണമെന്ന് അബ്രഹത്തിന് അറിയാം. സ്വന്തം മകന്റെ ഇത്രയും നാള് പെറ്റപ്പ തൊട്ട് എടുത്തു വളർത്തിയ മകനെ, സ്നേഹിച്ച് കൊതു തീരാത്ത മകനെ, അപ്പ എന്ന് വിളി കേട്ട് മതി തീരാത്ത മകനെ, ആ മകനെ കൊല്ലണമെന്ന് ഈ അപ്പനറിയാം. കുറച്ചു നേരത്തിനുള്ളിൽ സ്വന്തം മകന്റെ ചങ്ക് പെടഞ്ഞ് ചോര ചീറ്റുമെന്ന് അപ്പനറിയാം. കുറച്ചു നേരത്തിനുള്ളിൽ സ്വന്തം മകൻ മരിച്ചു പോകുമെന്ന് അബ്രഹത്തിനറിയാം. ആ അബ്രഹത്തിന്റെ ചങ്കിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക്, മനസ്സിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചോക്ക്. ആ മകന്റെ ചോദ്യത്തിന്റെ മുന്നില് കണ്ണുനീര് വാർത്തിട്ട് സ്വന്തം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അബ്രഹാം ഒറ്റ ഡയലോഗ് പറഞ്ഞു, പൊന്നുമോനെ ദൈവം തരും, ദൈവം തരും, ദൈവം തരും. സ്വന്തം മകൻ നിമിഷ നേരത്തിനുള്ളിൽ മരിക്കുമെന്നറിഞ്ഞിട്ടും അബ്രഹാം പറഞ്ഞത് ദൈവം തരുന്ന, ദൈവം തരുന്ന. ഞാൻ എപ്പോഴും പറയും, ഈ ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ ബഹുമാനം തോന്നിയ ഒരു കഥാപാത്രം അറിയില്ല. ദൈവം തരും, ദൈവം തരും, എന്ത് വന്നാലും ദൈവം തരും. ജീവിതത്തിലെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരായാണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ പറ്റും. ദൈവം തരും, ദൈവം തരും, എന്ത് വന്നാലും ദൈവം തരും. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുക, ദൈവമേ തീരാറായി, ഇപ്പൊ ചാവും, രോഗത്തിന്റെ മൂർധന്യത്തിലാ, ക്യാൻസറാ, ഇപ്പൊ തീരും. ദൈവം തരുമെന്ന് നിനക്ക് ചങ്കുറ്റത്തോടെ ഏറ്റു പറയാൻ പറ്റുമോ? അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവുക, കൃപയുണ്ടാകുക, അഭിഷേകം ഉണ്ടാകുക. ദൈവം തരുമെന്ന് മാത്രം വിശ്വസിച്ച മനുഷ്യൻ അബ്രഹാം. സ്വന്തം മകനേക്കാളും കുടുംബത്തെക്കാളും തലമുറയെക്കാളും ജീവിതത്തിൽ കിട്ടിയ എന്തിനേക്കാളും അബ്രഹാം വിശ്വസിച്ച ദൈവത്തെയാ. എന്തിനേക്കാളും ഉപരി ദൈവത്തെ വിശ്വസിച്ചേ. അതുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തിരിച്ചു കൊടുത്തു എന്നുള്ളതാ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ഉത്തരം മുട്ടുന്ന ചില സാഹചര്യങ്ങൾ, എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിതത്തിൽ പകച്ചു പോണ ചില സാഹചര്യങ്ങളുണ്ട്. അവിടെ അബ്രഹത്തെ പോലെ കരുതി വെക്കണം, ദൈവം തരും, ദൈവം തരും. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ദുഃഖത്തിന്റെ പാനപാത്രം നിർത്ത്, ശബ്ദത്തിൽ പാട് കേട്ടോ, എല്ലാവരും കൂടി ശബ്ദത്തിൽ പാട്. എനിക്കാണെങ്കിൽ ശബ്ദമില്ല. എനിക്ക് നാളെ രാവിലെയും ഒരു പ്രസംഗമുണ്ട്, വൈകുന്നേരം ഒരു ധ്യാനമുണ്ട്, 2 ധ്യാനമുണ്ട് ഇനി നാളെ.
നീ ശബ്ദം വെച്ചിട്ട് വേണം ഞാൻ പോകാൻ. അപ്പം നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ശബ്ദത്തിൽ പാടിയാൽ ഞാൻ പാടില്ല, നിങ്ങൾ ശബ്ദത്തിൽ പാടിയാൽ ഞാൻ പാടില്ല കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഒന്നുകൂടി, ദുഃഖത്തോടു വാങ്ങി ഹല്ലേലൂയ. അടുത്ത വരി, മായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, അന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. മതി. ഈ രണ്ടാമത്തെ വരി ഭയങ്കര ശ്രേഷ്ഠമായൊരു വരിയാണ് കേട്ടോ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല, അവൻ എന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കണമെന്ന്. നിങ്ങൾ ഓർത്താണ്, അടി കിട്ടും ജീവിതത്തിൽ, ഇഷ്ടം പോലെ അടി കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദുഃഖമില്ലാത്തൊരു ജീവിതമില്ല, വേദനയില്ലാത്തൊരു ജീവിതമില്ല. പക്ഷെ കർത്താവിൻ്റെ കൂടെയാണോ നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടോ? ദോഷമായിട്ട് എന്ത് വന്നാലും കർത്താവ് ഒരു ദോഷമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യില്ല. ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കുറച്ചും കൂടി വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടാ ദൈവം ആ പ്രശ്നം തന്നെ. ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോളാം, ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ ദൈവം മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ ദൈവം ചില സഹനങ്ങൾ തരണേ. കേട്ടോ 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 ഓക്കെ. നിങ്ങൾ ഓർത്തോണം, ചില കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് ഞാൻ പറയാ. ഞാൻ എന്താ പറയണേ, നിങ്ങൾ ചിന്തിക്കും, ദൈവമേ കിട്ടാതിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണോ? സ്തുതിക്കണം. ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ കിട്ടാതിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ച പോലെ നടക്കാതിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും, ദൈവമേ അച്ഛന് വട്ടായോ? അല്ല, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണ കാര്യം ഉദ്ദേശിക്കണ പോലെ നടന്ന അത് നിങ്ങളുടെ പദ്ധതിയാ. നിങ്ങൾ പ്രാർത്ഥിക്കണ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ നടന്നില്ലേ, പിന്നെ ഞാൻ പറയും നിങ്ങൾ സ്തുതിക്കാനേ പറയുള്ളൂ ദൈവത്തെ. കാരണം എന്നറിയോ, പിന്നെ നടക്കുന്നത് ആരുടെ പദ്ധതിയാ? ദൈവത്തിൻ്റെ പദ്ധതിയാ. ആ പദ്ധതിക്കാണ് ഏറ്റവും ശ്രേഷ്ഠം. ഏറ്റവും നല്ല ഉദാഹരണം എവിടെയാണെന്നറിയോ? കാനായിലെ കല്യാണ വീടാ. അവിടെ ഒരു അപ്പൻ്റെ ഓരോ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. നിങ്ങൾ ഓർക്കണം, ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ മാതാവ് ഇടപെടുന്നുണ്ട്, ശിഷ്യന്മാരിടപെടുന്നുണ്ട്, എല്ലാവരും ഇടപെടുന്നുണ്ട്. പക്ഷെ ആ വീഞ്ഞ് തീർന്നു പോയിട്ട് ആ അപ്പൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടാണ് അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞ് ആ കല്യാണത്തിന് കൊടുത്തേ. അവിടെ ആരാ പ്രവർത്തിച്ചേ? ദൈവം പ്രവർത്തിച്ചേ. എന്തോരം ഉദാഹരണങ്ങളെന്ന് പറയും ബൈബിളില്. ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കാതിരിക്കുമ്പോൾ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. പിന്നെ നടക്കാൻ പോണത് ദൈവത്തിന്റെ പദ്ധതിയാ. അവിടെയാണ് നിങ്ങൾ മഹത്വപ്പെടാൻ പോണേ. ഇപ്പൊ സിമ്പിളായിട്ട് ചിന്തിച്ചോക്ക്, ലാസറിന്റെ 2 സഹോദരിമാര്, ലാസർ മരിച്ചു കഴിഞ്ഞപ്പോ ഈശോ നല്ല കൂട്ടുകാരനായിരുന്നു, ലാസറിന്റെയും മർത്തയുടെയും മറിയത്തിന്റെയും. പക്ഷെ ഈശോ ചെന്നോ? മരിച്ചു കഴിഞ്ഞ് മരണത്തിന് മുമ്പ് ചെന്നോ? ഇല്ല. മരണം കഴിഞ്ഞിട്ടാ ചെല്ലണേ. ഈശോയ്ക്ക് വേണമെങ്കിൽ പോവായിരുന്നു, പോയില്ല. ഈശോ 2-3 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോ ഈശോയുടെ മർത്തയും മറിയും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നിട്ടാ. ഈശോ എന്താ പറഞ്ഞെന്നറിയോ? ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ നിന്നു. അടുത്തതാണ് നിങ്ങൾ ചെയ്യാൻ പോകേണ്ട കാര്യം. എന്തൊട്ട് ചെയ്യണേ? നിങ്ങൾ ഓർത്തോക്കേ. അവൻ പറഞ്ഞു, കല്ലറയുടെ മുമ്പിൽ ചെന്നു. മർത്ത പറഞ്ഞു, 3 ദിവസമായിട്ടാ ദുർഗന്ധമൊക്കെ വമിക്കുണ്ടാവും, ആകെ ബുദ്ധിമുട്ടായിരിക്കും, വേണ്ട. ഈശോ പറഞ്ഞു, എന്നിട്ടാ കല്ലെടുത്ത് മാറ്റടാ. കല്ല് മാറ്റിയപ്പോഴാണ് അത്ഭുതം നടക്കണേ. നിങ്ങൾ ചിന്തിച്ചോക്കേ, ഈശോയ്ക്ക് വേണമെങ്കിൽ ഇവൻ മരിക്കണേന് മുമ്പേ ഉയർപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ മരണത്തിന്റെ അവസ്ഥയില്, രോഗത്തിന്റെ അവസ്ഥയില് വേണമെങ്കിൽ ലാസറിനെ ഉയർപ്പിക്കാമായിരുന്നു. പക്ഷെ ഉയർപ്പിച്ച ലാസറിനെ വേണമെങ്കിൽ ജീവിതത്തിലേക്ക് രോഗസൗഖ്യം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ചെയ്താ? ഇല്ല. പിന്നെ എന്തിനാ മരണത്തിന്റെ അവസ്ഥയിൽ പോയി മരിച്ചു കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയി ഉയർപ്പിച്ചേ? നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചോക്കെ, ഒരു മനുഷ്യൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് വരുന്നതാണോ
രോഗത്തിൽ നിന്നും രോഗസൗഖ്യത്തിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? തേങ്ങപ്പൂള് പോലെ ഇരിപ്പുണ്ടല്ലോ, എന്തെങ്കിലും കത്തിയോ? വിളിച്ചിരിപ്പുണ്ട്. ഞാൻ തൊട്ട പറഞ്ഞാവോ കർത്താവ്? ഞാൻ പറയുന്നത് മനസ്സിലായോ? ഒരു മനുഷ്യൻ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് വരുന്നതാണോ, ഒരു മനുഷ്യൻ രോഗത്തിൽ നിന്നും രോഗസൗഖ്യത്തിലേക്ക് വരുന്നതാണോ ഏറ്റവും വലിയ അത്ഭുതം? ഏതാ ഏറ്റവും വലിയ അത്ഭുതം? മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. സ്വന്തം കൂട്ടുകാരന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത് ഏതാ? മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ളതാ. നിങ്ങൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തില് ചില പദ്ധതികള്, ചില ആവശ്യങ്ങള്, ചില ബുദ്ധിമുട്ടുകള് നടക്കാതിരിക്കുമ്പോ, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോ ഞാൻ പറയും ദൈവത്തെ സ്തുതിച്ചോളാം. പിന്നെ നടക്കാൻ പോണത് ദൈവത്തിന്റെ പദ്ധതിയാ, ദൈവത്തിന്റെ പദ്ധതിയാ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം, ചില കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും. ദൈവമേ കിട്ടിയില്ല, കിട്ടിയില്ല, തന്നില്ല, തന്നില്ല, ശരിയായില്ല, ശരിയായില്ല. പക്ഷെ ഞാൻ പറയും, കിട്ടാത്ത കാര്യത്തിന് വേണ്ടി നീ ദൈവത്തിന്റെ മുന്നിൽ കണ്ണുനീരോടെ പിന്നെ നിന്നോളാം. കാരണം എന്നറിയോ? പിന്നെ ദൈവത്തിന്റെ പദ്ധതി നടക്കാൻ പോണ, ദൈവത്തിന്റെ പദ്ധതി. ഞാൻ ഇന്നും ഒത്തിരി സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നൊരു കൊച്ച്, അതിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. എന്നോട് പറഞ്ഞു, അച്ഛാ 90 ദിവസം കൊണ്ട് എനിക്ക് ജോലി കിട്ടണം, 90 ദിവസം കൊണ്ട് എനിക്ക് ജോലി കിട്ടണം. ഞാൻ ഇസ്രായേലിൽ നിന്ന് ഇത് വന്നേക്കാം. ഇസ്രായേലിൽ നിയമങ്ങളൊക്കെ ഉണ്ട്, കെയർ ടേക്കറായിട്ട് നിൽക്കണതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് ആരെങ്കിലൊക്കെ ചോദിച്ചറിയാൻ പറ്റിയിരിക്കും. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരാം. ഇവള് 90 ദിവസം അവിടെ നിന്ന് നാട്ടിൽ വന്നു. ഇവള് നോക്കിക്കൊണ്ടിരുന്ന രോഗി മരിച്ചു കഴിഞ്ഞിട്ട് ഇവള് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ജിനുവച്ചാ പ്രാർത്ഥിക്കണം, വീട്ടിൽ കടബാധ്യതയാ, എൻ്റെ 2 പെങ്ങന്മാരുണ്ട്, എനിക്ക് പഠിപ്പിക്കണം, ഞാനില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അച്ഛാ ഒന്ന് പ്രാർത്ഥിക്ക, അച്ഛാ പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ കിട്ടൂടി, നീ പൊക്ക, അച്ഛൻ നോക്കിക്കോളാം, അച്ഛൻ പ്രാർത്ഥിച്ചോളാം. കൊച്ചിവിടുന്ന് 90 ദിവസത്തിന് മുമ്പേ 110 ദിവസത്തിന് മുമ്പേ പോയി ഒരു ജോലി കിട്ടാൻ വേണ്ടി. ലീവ് പാതി വെച്ചിട്ടാ കൊച്ചു പോയി. തിരിച്ച് സ്വന്തം കാശ് ചെലവാക്കി മുകളിലേക്ക് പോയി, അവിടെ ഇസ്രായേലിലേക്ക്, മുകളിലേക്കല്ല ഇസ്രായേലിലേക്ക് പോയി. ഇസ്രായേലിൽ ചെന്നിട്ട് കൊച്ചു ജോലി ജോലിക്ക് വേണ്ടി തെണ്ടി കിടക്കുക. ഇങ്ങനെ നമ്മുടെ നാടല്ല, വിദേശ രാജ്യ. ഈ കൊച്ചു എല്ലായിടത്തും പോയി ഇങ്ങനെ നടക്കുക. പലരും പല ബുദ്ധിമുട്ടിലൂടെ ഈ കൊച്ചു കടന്നുപോയി. ഈ കൊച്ചു എന്നും വിളിക്കും, ജിനോച്ചാ പ്രാർത്ഥിക്കണം, 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 പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കിട്ടൂടി, 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 കിട്ടൂടി. 50 ദിവസമായി കിട്ടള്ള, കിട്ടള്ള, കിട്ടള്ള. 60 ദിവസമായി കിട്ടള്ള, 70 ദിവസമായി കിട്ടള്ള, 80 ദിവസമായി കിട്ടള്ള. ഞാൻ തന്നെ മടുക്കാൻ തുടങ്ങി. കർത്താവെ കിട്ടിയില്ലേ, തീർന്നു. എന്ത് ചെയ്യും? കിട്ടിയില്ലേ, തീർന്നു, കിട്ടിയില്ലേ, തീർന്നു. ഞാൻ അവള് പറഞ്ഞതാ, കിട്ടൂടി, കിട്ടൂടി, പൊക്ക, കിട്ടും. അവള് പറയാ, കിട്ടിയുള്ള, കിട്ടള്ള. ഞാൻ ഇവിടെ നിന്ന് വരില്ല അച്ഛാ, ഞാൻ മരിച്ചിട്ടേ വരുള്ളൂ. എൻ്റെ പെങ്ങന്മാരെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വരില്ല അച്ഛാ, കടബാധ്യതയിലേക്ക് വരില്ല. ചിലപ്പോൾ ഞങ്ങളുടെ ശരീരത്തെ വരെ അവർ ചോദ്യം ചെയ്യും. ഞാൻ വരില്ല അച്ഛാ, നാട്ടിൽ വരില്ല, ഞാൻ ഇവിടെ തന്നെ ചത്ത് കിടക്കുള്ളൂ, ഞാൻ വരില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ച നീ അങ്ങനൊന്നും പറയില്ല അച്ഛനോട്, അച്ഛൻ പ്രാർത്ഥിച്ചോളാം. ഇല്ല അച്ഛാ, നാട്ടിലേക്ക് വരാൻ പറ്റും, ജോലിയില്ലാണ്ട് ഞാൻ വരില്ല, വന്ന ചാവാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരം വിൽക്കേണ്ടി വരും. പറ്റില്ല അച്ഛാ, അത് പറ്റത്തില്ല. അവള് പറയാ, അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാം. മോള് പ്രാർത്ഥിക്ക്. 80ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇവള് പറയും, വിളിച്ചേക്കാ അച്ഛാ, കിട്ടിയില്ല അച്ഛാ. 80 ദിവസമായപ്പോൾ എനിക്ക് സംശയം, കർത്താവെ കിട്ടോ, കിട്ടോ. ഞാനാണെങ്കിൽ നിന്ന് വേർക്ക കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവെ കിട്ടോ ഇത്. 90 ദിവസം കഴിഞ്ഞ് നമുക്കറിയാം വിദേശ രാജ്യത്തിൽ അപ്പം തന്നെ പെട്ടിയെടുത്തോണ്ട് വരാം. 85ാമത്തെ ദിവസമായപ്പോൾ ഇവള് പെട്ടി പാക്ക് ചെയ്തു. എനിക്ക് ഫോട്ടോ അയച്ചു തന്നു, ജിനുവച്ചാ ഇവിടെ നിൽക്കാൻ പറ്റില്ല, 90 ദിവസത്തിനുള്ളിൽ പോന്നോളാം. 90 ദിവസം ഒരാൾ പോലെ എന്നെ വിളിച്ചിട്ടില്ല അച്ഛാ. ഞാൻ എന്ത് പ്രതീക്ഷയല്ലേ ഇനി നിൽക്കണേ? 5 ദിവസമുള്ള അച്ഛാ. 85ാമത്തെ ദിവസം എന്നെ ഫോൺ വിളിച്ചു, ഞാൻ എടുത്തില്ല, പേടിച്ചിട്ടാ. കണ്ടു, ഞാൻ എടുത്തില്ല. 86ാമത്തെ ദിവസം ഫോൺ എടുത്തു, എനിക്ക് മെസ്സേജ് അയച്ചു, ജിനുവച്ച ഫോൺ എടുക്ക്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഞാൻ എടുക്കത്തില്ല കർത്താവേ, അവസാനം ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ തൂങ്ങും, കർത്താവ് ഫോൺ പിടിച്ചോണ്ട് പോകേണ്ട വരും. ഞാൻ പേടിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണില്ല. 86, 87 വയസ്സായി, ഞാൻ എടുക്കണില്ല ഫോൺ. മെസ്സേജ് അയക്കുക, ജിനുവച്ച ഫോൺ എടുക്ക്, പ്രാർത്ഥിക്ക്, കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, കിട്ടും, 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 ദൈവമേ കൊടുക്കണേ. ഈ മെസ്സേജ് നമ്മൾ കണ്ടാലും കാണാതിരിക്കാൻ വേണ്ടി വാട്സപ്പിൽ നമുക്ക് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. കാണാതിരിക്കാൻ വേണ്ടി പിന്നെയും കാണിച്ചു വിട്ടാം, റീഡ് ചെയ്തില്ലെന്നൊക്കെ പിന്നെയും കാണിക്കാം. ഞാൻ നോക്കണ്ടേ കിട്ടിയോന്നറിയാൻ. കിട്ടിയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഞാൻ റീഡ് ചെയ്തില്ലെന്ന് പിന്നെയും കാണിക്കും. 87 ദിവസം കഴിഞ്ഞു, 88 ദിവസം കഴിഞ്ഞു, 89ാമത്തെ ദിവസമായി. മെസ്സേജ് അയച്ചു, ജിനോച്ച ഫോൺ എടുക്ക്. എടുക്കുള്ള പേടി, കർത്താവേ ഇതിനെന്തെങ്കിലും പറ്റി ഞാൻ തൂങ്ങി തീർന്നു. 89ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവള് മെസ്സേജ് അയച്ച് കരയാൻ്റെ മുമ്പിൽ ഏന്തി കരഞ്ഞൊരു മെസ്സേജ് അയച്ചു എനിക്ക്, ജിനുവച്ചാ മരിക്കാൻ പോവാ ഞാൻ, എനിക്ക് ജീവിക്കാൻ തോന്നണില്ല, എനിക്ക് നാട്ടിൽ ചെല്ലാൻ പറ്റില്ല,
ചിലപ്പോൾ എൻ്റെ മക്കൾ, എൻ്റെ അനീത്യമാരെയും എൻ്റെ ശരീരത്തെയും വില പറഞ്ഞ ആൾക്കാർ വരും കടം തീർക്കാൻ വേണ്ടി. എനിക്ക് പറ്റത്തില്ല അച്ഛാ, ഇനി വെച്ചാ ഞാനിവിടെ വെച്ച് മരിക്കാൻ പോവാ, എനിക്ക് ജീവിക്കണ്ട, 89 ദിവസമായി, നാളെ രാവിലെ പെട്ടി എടുത്തുകൊണ്ട് പോയില്ലേ, ഞാൻ തീർന്നു അച്ഛാ, തീർന്നു, ഞാൻ മരിക്കാൻ പോവാ അച്ഛാ, എനിക്ക് പറ്റത്തില്ല. ഞാൻ അവളുടെ ഒറ്റ കാര്യം പറഞ്ഞു, മോളെ നീ ഉണ്ടല്ലോ ഒറ്റ കാര്യം ചെയ്, നീ സങ്കീർത്തനം 1 തൊട്ട്, അച്ഛൻ ഒറ്റ കാര്യം പറയാ, സങ്കീർത്തനം 1 തൊട്ട് നിനക്ക് എത്ര മാത്രം വായിക്കാൻ പറ്റോ ഇന്ന് രാവിലെ തൊട്ടിരുന്ന് നീ വായിച്ചോ. ഞാൻ ആകെ പറഞ്ഞു കൊടുത്ത എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, സങ്കീർത്തനം 1 തൊട്ട് നിനക്ക് എത്ര മാത്രം വായിക്കാൻ പറ്റുമോ സങ്കീർത്തനം ഇന്ന് രാവിലെ തൊട്ടിരുന്ന് വായിച്ചോ. 90ാമത്തെ ദിവസം ഞാൻ ഫോൺ എടുക്കണില്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥന, കർത്താവേ എനിക്ക് കിട്ടിയില്ലേ, എൻ്റെ സങ്കടം എനിക്കറിയാം. ഒരു 2 അനീത്യമാരെയും പ്രായമായ ഒരു അമ്മേനെയും നോക്കണ ഒരു പെങ്കൊച്ചിൻ്റെ സങ്കടം നമുക്കറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ അച്ഛൻ പ്രാർത്ഥിച്ചോളാം, ധൈര്യമായിട്ടിരിക്കി. 90ാമത്തെ ദിവസം ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇരിക്കുക. 90ാമത്തെ ദിവസം രാവിലെ ആയപ്പോ ഇവിടെ ഒരു മെസ്സേജ് വിടാൻ എനിക്ക്. ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്യാനുള്ള ചങ്കൂറ്റി എനിക്കില്ല. ഞാൻ മെസ്സേജ് നോക്കണില്ലേ, ഞാൻ പള്ളി പോയി, നേരെ പള്ളി പോയി, എൻ്റെ അടുത്തിൻ്റെ പള്ളി പോയി. പള്ളി ചെന്ന് ആൾക്കാരുടെ അടുത്ത് വെച്ച് ഫോൺ വെച്ചു, ഇത് തുറക്കാൻ പോവാ. തുറന്നിട്ട് ഉത്തരം കിട്ടിയിട്ടത് ശരിയല്ലേ, ആ കൊച്ചു ജീവിക്കില്ല തമ്പുരാനെ. ഞാനിങ്ങനെ എൻ്റെ പ്രാർത്ഥന 2-3 പ്രാർത്ഥനയും ചൊല്ലി ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യാ, ഒറ്റ മെസ്സേജ് ഉള്ളൂ, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് 1000 നന്ദി, ജിനുവച്ചാ എനിക്ക് ജോലി കിട്ടി. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 90ാമത്തെ ദിവസം ജോലി കിട്ടി. 90ാമത്തെ ദിവസം രാവിലെ പെട്ടി പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ ജോലി വന്നേ. അവള് പറയാച്ചാ ഇത് എവിടെന്നാ വന്നേന്ന് പോലും അറിയാൻ പാടില്ല, ഇത് ആരെ കൊണ്ടുവന്നേന്ന് പോലും അറിയാൻ പാടില്ല. എന്നെ രാവിലെ ഞാനത് കിട്ടിയ പടി ഫോൺ വിളിച്ച് തിരിച്ച്, ജിനുവച്ചാ ഇതിപ്പോൾ കുറച്ച് മുമ്പ് എനിക്കൊരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ, എൻ്റെ അപ്പനമ്മേനെ നോക്കാൻ പറ്റുമോ, ഒരു ഏജൻസി വഴി വന്നതാ അച്ഛാ, എനിക്കറിയാൻ പാടില്ല ആരെന്നെ വിളിച്ചേന്ന്, എനിക്കറിയാൻ പാടില്ല ആരെനിക്ക് ആ ജോലി തന്നേന്ന്, എനിക്കറിയാൻ പാടില്ല അച്ഛാ. ഇന്ന് ആ കൊച്ച കുടുംബം ഭയങ്കര സന്തോഷം. കാരണം അവള് പറയാ, അച്ഛാ ഞാൻ പോയി കണ്ട ഒറ്റ കുടുംബത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഞാൻ ഇപ്പോൾ സന്തോഷത്തോടെ ഞാൻ വേണമെങ്കിൽ ആ കൊച്ചിൻ്റെ സാക്ഷ്യം വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ആ കൊച്ചു പറയും, അച്ഛാ ഞാൻ ഇപ്പം താമസിക്കുന്ന വീടുണ്ടല്ലോ, ഞാൻ ഇതുവരെ ജോലി ചെയ്തതിൽ ഏറ്റവും നല്ല വീടാ. അവിടുത്തെ അപ്പനും അമ്മയും അവിടുത്തെ മക്കള് എന്നെ നോക്കണത് ഈ അനീത്തിനെ പോലെയാ, അത്രയ്ക്ക് സ്നേഹത്തോടെ എന്നോട് പെരുമാറണേ. ഞാൻ എപ്പോഴും പറയുന്നറിയോ, ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അത് കിട്ടാൻ ഇച്ചിരി വൈകും, പക്ഷെ കിട്ടിയാണ്ടല്ലോ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്, അതിലും വലിയ ബെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോ, ചില കാര്യങ്ങൾ തമ്പുരാൻ വൈകിക്കുന്നത് ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ഇത് കിട്ടിയില്ല, അത് നടന്നില്ല, പക്ഷെ ചിന്തിച്ചോളണം, ദൈവം മാറ്റിവെക്കേണ്ടത് ചിലത് നല്ലത് തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയേ, ചില കാര്യങ്ങൾ ലാസ്റ്റായിട്ട് കിട്ടിയിട്ടും ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. ശരിയല്ലേ? ശരിയാണ്, ചിന്തിച്ചോക്ക്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോ, ചില കാര്യങ്ങൾ എങ്ങനെയാ. ഞാൻ ഈ LMS വന്നപ്പോൾ പറഞ്ഞൊരു അനുഭവം ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ്. ഞാനത് യുവതിവാക്കളുടെ മീറ്റിങ്ങിലൊക്കെ മിക്കവാറും പറയാറുണ്ട്. ഇത്രേ ഉള്ളൂ. ഒരിക്കൽ ഒരു ധ്യാനപ്രസംഗം കഴിഞ്ഞ് എൻ്റെ പള്ളിയിലേക്ക് ഞാൻ പോവാ, എനിക്കൊരു ഫോൺ വന്നു. എൻ്റെ പൊന്നെ, സാധാരണ അങ്ങനെ ഫോണൊന്നും എടുക്കാത്ത മനുഷ്യനാ, പക്ഷെ ഇത് അറിയാണ്ട് എടുത്തു വഴിക്ക് അവൾ പറയാ, ഞാൻ ചാവാൻ പോവാ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചോ നീ ഇപ്പം ചാവണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ചത്തോ. അപ്പോൾ അവൾ പറയും, ഇല്ല അച്ചോ ഞാൻ ചാവും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചേ എന്താ പ്രശ്നം? അവൻ എന്നെ പറ്റിച്ചു. ഞാൻ വെച്ചാൽ ആര്? ഞാൻ 8 വർഷം സ്നേഹിച്ചവൻ എന്നെ പറ്റിച്ചു. വീട്ടിൽ കല്യാണമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതച്ചാ, വീട്ടുകാരൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചതച്ചാ, ഇപ്പം അവനെന്നെ വേണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഞാൻ പ്രാർത്ഥിച്ചോളാം, മോള് പൊക്കോ, കുഴപ്പമില്ല, ഇതെനിക്ക് കാരണം ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു വെച്ച് ഞാൻ എന്ത് പറയാനാ, മോള് ഫോൺ വെച്ച് അച്ഛൻ ഡ്രൈവ് ചെയ്യുക, ഞാനിപ്പോൾ വണ്ടി കാർ ഓടിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നു വെച്ചാൽ അച്ഛൻ ഡ്രൈവ് ചെയ്യുക, എനിക്ക് അതിൽ ശ്രദ്ധിക്കണം, ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, മോള് ഫോൺ വെച്ചോ, പിന്നീട് എപ്പോഴെങ്കിലും വിളിക്ക്. ഇന്നു വെച്ചാൽ അച്ഛനിപ്പോൾ ഫോൺ എന്നോട് സംസാരിച്ചില്ലേ ഞാൻ സൂയിസൈഡ് ചെയ്യും. ബ്ലാക്ക് മെയിൽ ചെയ്യാം, മനുഷ്യന്മാരിപ്പോൾ ഇങ്ങനെയാ, എന്നോട് സംസാരിപ്പിക്കുന്നത് ഇങ്ങനെയാ, ഞാൻ ചാവും എന്ന് പറഞ്ഞിട്ടാ ഫോൺ വിളിക്കണേ, പിന്നെ എടുക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പം പേടിയാടാ പോയി ഫോൺ എടുക്കാൻ, സത്യം പറയണേ. എന്നോട് പറയാ, ജിനുവച്ച ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ മരിക്കും. ഞാൻ പറഞ്ഞു, പൊന്നു മോളെ നീ അങ്ങനെയൊന്നും പറയില്ലേ. ജിനുവച്ച ഞാൻ പറഞ്ഞു, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, അച്ഛൻ കേട്ടാ മതി, ഒന്നും പറയണ്ട. അച്ഛൻ എന്തെങ്കിലും കാണിക്കുക, കേട്ടാ മതിയില്ലേ, നീ പറഞ്ഞു തുടങ്ങി. അച്ഛാ എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി അറേഞ്ച് ചെയ്തൊരു കല്യാണം അച്ഛാ,
പക്ഷെ ആ വിദേശത്തായതുകൊണ്ട് ഇച്ചിരി നീണ്ടുപോയി വെച്ചാ 8 വർഷമായി ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് വെച്ചാ. ഇപ്പം അവന് വേണ്ട. ഞാൻ വണ്ടി ഓടിക്കുന്നോണ്ട് പറഞ്ഞു, പോട്ടടി മോള വിട്ടുകളയിടി പ്രാർത്ഥിക്കടി ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അപ്പൊ അവള് പറഞ്ഞു, ഇല്ല അച്ചോ, ഇല്ല, ദൈവം തരില്ല, ഒരിക്കലും തരില്ല. ഞാൻ എന്തോരൊക്കെ അറിയണേച്ചോ, എന്തോരം പ്രാർത്ഥിക്കണേച്ചോ, എന്തോരം നിലവിളിക്കണേച്ചോ, എന്നിട്ട് എന്തേ തരാത്തെ? ഞാൻ അപ്പോഴും പറഞ്ഞു, പോട്ടടി മോള വിട്ടുകളയിടി പ്രാർത്ഥിക്കടി ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു, ഇല്ല, വചനം വായിക്കണ്ടച്ചോ, സഭയെ പോണ്ടച്ചോ, പ്രാർത്ഥിക്കണ്ടച്ചോ, എന്നിട്ട് എന്ത് വെച്ചോ തരാത്തെ? ഞാൻ അപ്പോഴും പറഞ്ഞു, പോട്ടടി മോള വിട്ടുകളയിടി പ്രാർത്ഥിക്കടി ദൈവം നിനക്ക് വേണ്ടത് തരൂടി. കാരണം വേറെ ഒന്നും ചിന്തിക്കാൻ നേരമില്ലാത്തോണ്ട് ഇതന്നെ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ അവള് പറഞ്ഞു, ഇല്ല, ദൈവം തരില്ലച്ചോ, ദൈവം തന്റെ കണ്ണീര് കാണാത്തെ, ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കാത്തെ, ദൈവം തന്റെ നിലവിളി കേൾക്കാത്തെ. ഞാൻ അപ്പോഴും പറഞ്ഞു, പോട്ടടി മോള വിട്ടുകളയിടി പ്രാർത്ഥിക്കടി ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു, ഇല്ല, ദൈവം തരില്ല. ഞാൻ എത്ര ദിവസമായി അച്ഛ ഉപവാസം എടുക്കണോ, ഞാൻ എത്ര ദിവസമായി അച്ഛ ദൈവത്തിന് മുന്നിൽ വിളിക്കണോ, ഞാൻ എത്ര ദിവസമായി അച്ഛ കരയണോ, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല അച്ഛാ, ജീവിക്കാൻ തോന്നണില്ല അച്ഛാ, എൻ്റെ ജീവിതം നരകമാണ് അച്ഛാ, എനിക്ക് ജീവിക്കണ്ട അച്ഛാ. ഞാൻ അപ്പോഴും പറഞ്ഞു, പോട്ടടി മോള വിട്ടുകളയിടി പ്രാർത്ഥിക്കടി ദൈവം നിനക്ക് വേണ്ടത് തരൂടി. 9:30 മണി തൊട്ട് 11:30 മണി വരെ എൻ്റെ പള്ളിയിലെത്തണ നേരം വരെ 2 മണിക്കൂർ ഈ സാധനത്തിൻ്റെ അടുത്ത് ഞാൻ ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. പോട്ടടി മോള വിട്ടുകളയിടി പ്രാർത്ഥിക്കടി ദൈവം നിനക്ക് വേണ്ടത് തരൂടി. 11:30 മണിക്ക് എൻ്റെ പള്ളി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നുമോളെ ഡ്രൈവ് ചെയ്ത് നിന്നു, പള്ളി എത്തി, നിന്റെ തീരുമാനം തൊട്ടാ ഈ സാധനം എന്നോട് പറയാ ഞാൻ ചാവാൻ പോവാ. ഞാൻ പറഞ്ഞു, നീ ഫോൺ വെച്ചോ, പോയി ചത്തോ. പറഞ്ഞ വഴി ഫോൺ വെച്ചു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്ന വാർത്ത എന്താണെന്നറിയോ? ഇവള് സൂയിസൈഡ് ചെയ്തു. ഒരു ചെറുക്കൻ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അവളെന്താ ചെയ്തു? ഒരു പഴയ വീടാ, ഇതിന് അമ്മ മാത്രമേ ഉള്ളൂ. ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തം മുറിയിലങ്ങോട്ട് കയറി സ്വന്തം ഫാനില് വീട്ടിന്റെ മുറിയിലെ ഫാനില് ഒരു ഹുക്കിട്ട് അങ്ങോട്ട് തൂങ്ങി. ഒരു മേശപ്പുറത്ത് നിന്നാ തൂങ്ങണേ. ഈ തൂങ്ങിയ വഴിക്ക് കാല് പിടച്ചപ്പോ മേശ മറിഞ്ഞു വീണിട്ട് അമ്മ കണ്ടു. പണ്ടത്തെ വീടാ, നമ്മുടെ പണ്ടത്തെ വീടിന്റെ വാതിലിന്റെ മുകളിൽ ചെറിയൊരു ആർച്ച് പോലെ ഉണ്ടാവും. അപ്പൊ അമ്മ ഓടി വന്ന് നോക്കി കഴിഞ്ഞപ്പോ സ്വന്തം കൊച്ചിങ്ങനെ തൂങ്ങിക്കിടക്ക. അമ്മ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി സ്വന്തം കൊച്ചിന്റെ കാൽക്കൽ ഇങ്ങനെ വട്ടം പിടിച്ചപ്പോഴേക്കും കൊച്ചിന്റെ ബോധം മറിഞ്ഞു. കൊച്ചിന്റെ ബോധം പോയി. കൊച്ചു ബോധമില്ലാണ്ട് കിടക്ക. കൊച്ചിനെ പൊക്കിയെടുക്കാൻ പറ്റില്ല അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അമ്മ മാത്രമുള്ളൂ. ഇതിനെ അയൽവക്കക്കാരെയും നാട്ടുകാരെയും വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി. എല്ലാവരും കൂടി വന്ന് കൊച്ചിനെ പൊക്കിയെടുത്തോണ്ട് ആശുപത്രി ചെന്നു. ബോധമില്ലാണ്ട് കൊണ്ടുപോണേ ആശുപത്രി ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞേക്ക ആത്മഹത്യ ശ്രമ. ആശുപത്രി ചെല്ലുമ്പോൾ അപ്പം തന്നെ ചോദിക്കും, ഈ ആശുപത്രി എന്താ സംഭവിച്ചേ? ഉത്തരം പറയേണ്ടി വരും, ആത്മഹത്യ ശ്രമ ആണെങ്കിൽ എന്തെടുക്കും? പോലീസ് കേസെടുക്കും. പോലീസ് വന്ന് ഏറ്റവും ആദ്യം പരിശോധിക്കാൻ പോകണം തൊട്ടാ ഈ കൊച്ചിന്റെ ഫോൺ. ഈ കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. നിങ്ങൾ കിളിക്കണോ? ഞാൻ ഉറങ്ങാത്തൊരു ദിവസമാണ്. എന്നെ രാവിലെ വിളിക്കുന്നത് ഈ പോലീസുകാരനാ. വളരെ മാന്യമായിട്ടാണ് ഈ പോലീസുകാരൻ എന്നോട് സംസാരിച്ചേ. എന്നോട് ചോദിച്ചു, ആരടാ നീ? ഞാൻ പറഞ്ഞു, ജിനുവച്ചൻ. ഏത് കിനുവച്ചൻ? ഞാൻ പറഞ്ഞു, ഈ പ്രസംഗിക്കാനും ധ്യാനിപ്പിക്കാനൊക്കെ പോണ ജിനുവച്ചൻ. അച്ഛനും തൊട്ട് രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു, പൊന്നു സാറേ ചാവണമെന്ന് പറഞ്ഞ് വിളിച്ചതാ. 2 മണിക്കൂർ ചാവണമെന്ന് പറഞ്ഞ് വിളിക്കാൻ വിളിച്ചതാണോ? ഞാൻ പറഞ്ഞു, സാറേ ചാവണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാ. എന്നോട് സാറ് പറഞ്ഞു, പോലീസുകാരൻ പറഞ്ഞു, അച്ഛനിവിടെ വന്നാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഞാൻ വരില്ല. എന്നെ വിളിച്ചെന്ന് പറഞ്ഞോണ്ട് ഞാൻ വന്നെങ്ങനെ? എനിക്ക് ധ്യാനത്തിന് പോകണം. അച്ഛനിവിടെ വന്നാം. അച്ഛനാണ് ലാസ്റ്റ് സംസാരിച്ചത്. അച്ഛനോട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, സാറ് വരാൻ പറ്റത്തില്ല. അച്ഛൻ കൊച്ചിന്റെ ബോധം വന്നിട്ടില്ല. കൊച്ച് വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്ക. അച്ഛനിവിടെ വന്നാം. അച്ഛനോട് ലാസ്റ്റ് സംസാരിച്ചേക്കണേ, മൊഴിയെടുക്കാനുള്ളതാ. അച്ഛനോട് വന്നാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഞാൻ വരില്ല. അവസാനം ഈ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛാ ഈ അച്ഛൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഫോൺ റെക്കോർഡ് മുഴുവൻ പരിശോധിക്കും. ഫോൺ റെക്കോർഡ് പരിശോധിക്കുമെന്ന് വെച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. കാരണം ഒറ്റ ഡയലോഗം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പോട്ടടി മോള വിട്ടുകളയടി പ്രാർത്ഥിക്കടി ദൈവം നിനക്ക് വേണ്ടത് കൂടി. ഞാൻ പറഞ്ഞു, സാറ് വോയിസ് റെക്കോർഡല്ല, എന്താന്ന് വെച്ചാൽ പരിശോധിച്ചു, എന്നിട്ട് വിളിച്ചാൽ മതി. 2 മണിക്കൂർ ഈ പോലീസുകാരൻ ഇരുന്ന് കേട്ടു. പോട്ടടി മോള വിട്ടുകളയടി 2 മണിക്കൂർ ഇരുന്ന് കേട്ടു. 2 മണിക്കൂർ കേട്ടിട്ട് എന്നെ വിളിച്ചേക്കാ. 2 മണിക്കൂറിന് ശേഷം, സാറേ എന്താ? അച്ഛാ ഇപ്പൊ സോറി,
ഞാൻ ചോദിച്ചു സോറിയാ? ആ സോറി. എന്തേ? അച്ഛന് ഈ അച്ഛൻ്റെ സംസാരം മുഴുവൻ ഞങ്ങൾ കേട്ടു. പിന്നീട് ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തപ്പി നോക്കിയപ്പോഴാ അച്ഛൻ ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അച്ഛാ സോറി ഇട്ടച്ചാ, എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണോട്ടച്ചാ. ഞാൻ പറഞ്ഞു സാറേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സാറ് കുറേ നേരം എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു ഈ കൊച്ചിനെ കുറിച്ച്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പോലീസുകാരൻ അവസാനം പറഞ്ഞു എന്നറിയോ? അച്ഛാ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു പറയ്. പുള്ളി എന്നോട് പറഞ്ഞ അവസാന ഡയലോഗ് എന്നറിയോ? അച്ഛൻ സൂക്ഷിക്കണോട്ടോ. ശരിയല്ലേ? എനിക്കിപ്പോ പേടി ഒരു ഫോൺ എടുക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു ചരക്ക് എനിക്ക് മെസ്സേജ് അയച്ചേക്കാ, അച്ഛൻ അവസാനമായിട്ട് അച്ഛനോട് വേണ്ടിയിട്ട് എനിക്ക് ചാവണം. അവന്റെ മെസ്സേജ് കണ്ട വഴി ഞാൻ അവനെ അപ്പം തന്നെ ബ്ലോക്കാക്കി. അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വില്ലോടത്ത് പോയി തൂങ്ങി. ഞാൻ പോണ്ടേ ഇതിന്റെ പിന്നാലെ. ഇതെന്താ മനുഷ്യരിങ്ങനെ? ഈ കൊച്ചിനെ ഞാൻ വിളിച്ചു, ഈ പെങ്കൊച്ചിനെ, സൂയിസൈഡ് ചെയ്ത പെങ്കൊച്ചിനെ. കഴിഞ്ഞിട്ട് 9 മാസം എന്നെ കാണാൻ വന്നിണ്ടായി. മോങ്ങി കാണാൻ വന്നിട്ടാ കഴിഞ്ഞ സാധനം. ഞാൻ ചോദിച്ചു എന്തേടി? ഒന്നുമില്ലായിരുന്നു, നന്ദി പറയാൻ വന്നതാ. എന്തേ? ഒരു നന്ദി പറയാൻ വന്നതാ. എന്തേ ചോദിച്ചപ്പോ ഉത്തരം പറയാ, അച്ഛാ എന്നെ അന്ന് രക്ഷിച്ചതിന് നന്ദി. നീ സൂയിസൈഡ് അല്ലേ ചെയ്തേ? അല്ലച്ചാ, അച്ഛനില്ലായെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്ത് പിന്നെ ചത്തേനെ. പിന്നെ ഇച്ചിരി മാറ്റം വന്നപ്പോഴാ ഞാൻ ഇങ്ങനെ തൂങ്ങിയേ. അച്ഛന് അബോധാവസ്ഥ ചെയ്തതാ. എങ്കിലും അച്ഛൻ ക്ഷമിച്ചേര് എന്നോട്. ഞാൻ എന്തിനിപ്പം നന്ദി പറയണ്ടേ? അച്ഛാ അവനുണ്ടല്ലോ എന്നെ പോലെ 2 പെൺകുട്ടികളായിട്ട് വേറെ ബന്ധമുണ്ടായിരുന്നു. എന്നെ അതിൽ പെടുത്താതിരിക്കാൻ ദൈവം രക്ഷിച്ചത് അച്ഛാ. ചില കാര്യങ്ങൾ നമുക്ക് തോന്നും ഇത് കിട്ടിയില്ലേ ഞാൻ ചാവും. പക്ഷെ ചീത്തയാണേ തമ്പുരാൻ തരില്ലടവേ. നീ എത്ര കരഞ്ഞാലും ദൈവം തരില്ല. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ ആ കാര്യത്തിന് വേണ്ടി നിന്റെ ജീവിതം വരെ നീ കളയാൻ നോക്കിയതാ. ഇപ്പൊ നിനക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ദൈവം തരാത്തേന്ന്. ചില കാര്യങ്ങൾ തമ്പുരാൻ തരില്ലടവേ. എന്തോരം കരഞ്ഞാലും തരില്ല. കാരണം എന്തറിയോ? അത് തന്ന ശരിയാകില്ലെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം, ചില കാര്യങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചാലും ദൈവം എനിക്ക് തരില്ല. വളരെ സുന്ദരമായൊരു വചനം പറയാം. യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുവചനം. ഒന്നെടുത്തേ. യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുവചനം. പെട്ടെന്ന് എടുക്കണേ. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അത് സുന്ദരമായിട്ട് POC ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയറാ. ഇങ്ങനെയാണ് POC ബൈബിളിൽ പറഞ്ഞിരിക്കണേ. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അത് തരാത്തത്. അച്ഛനൊന്നുകൂടി പറയാം. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് അത് ദൈവം നിങ്ങൾക്ക് തരാത്തത്. നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിച്ച തമ്പുരാൻ തരുവോ? പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, ദൈവം നമുക്ക് തരുന്ന ദൈവ, എല്ലാം തരുന്ന ദൈവ. പക്ഷെ നമ്മുടെ ജീവിതത്തിന് മോശമാണേ എൻ്റെ മക്കളെ. എത്ര കരഞ്ഞാലും, എത്ര വേദനിച്ചാലും, എത്ര ബുദ്ധിമുട്ടിയാലും, എത്ര സങ്കടപ്പെട്ടാലും, എത്ര കണ്ണുനീരോടെ ദൈവത്തിന്റെ മുന്നിൽ നിന്നാലും ദൈവം തരില്ല. ഉറപ്പിച്ചവരാണ്, തരില്ല. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യം അത്. എത്ര സങ്കടപ്പെട്ടാലും ദൈവം തരില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിന് നല്ലതാണ്. എൻ്റെ അപ്പൻ തരും. എന്തിനും പോന്ന എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ തരും. എനിക്ക് ആവശ്യമുള്ളത് തരും, ആവശ്യമില്ലാത്ത തരില്ല. നിങ്ങൾ എത്ര കരഞ്ഞാലും തരില്ല. എത്ര വേദനിച്ചാലും, എത്ര സങ്കടം. നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കിയേ. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. അപ്പൊ ദൈവത്തോട് ഭയങ്കര പരിഭവമൊക്കെ തോന്നി, ദേഷ്യമൊക്കെ തോന്നി, വേദനയൊക്കെ തോന്നി. കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നിന്നു. ആ കാര്യത്തിന് വേണ്ടി, ഈ കാര്യത്തിന് വേണ്ടിയൊക്കെ നിന്നു. പക്ഷേ അത് കിട്ടാതിരുന്നപ്പോൾ ദൈവത്തോട് ഒത്തിരി പരിഭവിച്ചു, ദേഷ്യപ്പെട്ട്, വഴക്കുണ്ടാക്കി. പക്ഷെ ഒരു 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ല, ദൈവമേ അത് കിട്ടാതിരുന്നത് നന്നായി. നമുക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ, ദൈവം അത് കിട്ടാതിരുന്നത് നന്നായി, അങ്ങനെ പോകാതിരുന്നത് നന്നായി, ആ ജോലി കിട്ടാതിരുന്നത് നന്നായി, അങ്ങനെ ചെയ്യാതിരുന്നത് നന്നായി, ആ വിവാഹം നടക്കാതിരുന്നത് നന്നായി, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അഡ്മിഷൻ കിട്ടാതിരുന്നത് നന്നായി. കാരണം ഇത്രയും നല്ലൊരു ജോലി കർത്താവ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചക്കായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണോ?
ചില കാര്യങ്ങൾ തമ്പുരാൻ എഴുതി വെച്ചതുപോലെ തന്നെ നടക്കും കേട്ടോ. നമ്മൾ എത്ര കരഞ്ഞാലും എത്ര വേദനിച്ചാലും തമ്പുരാൻ തരും കൃത്യസമയത്ത്. നിങ്ങൾ ഓർത്തു നോക്കിയേ, അച്ഛനീ വചനപ്രസംഗമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അച്ഛനിങ്ങനെ വചനപ്രസംഗം നടത്തേണ്ട ഒരു അച്ഛനൊന്നല്ല. സാധാരണ ഒരു പള്ളിയിലെ ഇടവക വികാരിയായിട്ട് ഇരിക്കേണ്ട അച്ഛൻ. പക്ഷെ അച്ഛൻ ഇങ്ങനെ ധ്യാനപ്രസംഗമായിട്ട് നടക്കുക എല്ലായിടത്തും. എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ എന്ത് ഇങ്ങനെ നടക്കണം എല്ലായിടത്തും? കാരണം ഞങ്ങളുടെ കാര്യസ് അനുസരിച്ച് ഞങ്ങളൊരു ഇടവക പള്ളി വികാരി അച്ഛനായിട്ട് ഇടവകയുടെ കാര്യങ്ങൾ നോക്കി, സഭയുടെ കാര്യങ്ങൾ നോക്കി, അവിടുത്തെ മക്കൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു മനുഷ്യനാ. ഞാനിപ്പോഴും നിൽക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് ഈ വചനപ്രഘോഷണത്തിനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകണമെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു സമ്മാനമുണ്ട്. എൻ്റെ അപ്പൻ്റെ ക്യാൻസറാ. എൻ്റെ അപ്പൻ്റെ ക്യാൻസർ ദൈവത്തിൻ്റെ സമ്മാനമായിട്ട് കരുതുന്ന മനുഷ്യനാണ് ഞാൻ കേട്ടോ. എൻ്റെ അപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ് കേട്ടോ. എൻ്റെ അപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അപ്പൻ തനിയൊരു മുരടനാട്ടോ, തനിയൊരു മുരടനാ. തനി മുരടെന്ന് വെച്ചാൽ കാട്ടുപോത്തിൻ്റെ സ്വഭാവം എൻ്റെ തന്തയ്ക്ക്. പക്ഷെ എനിക്ക് ഇഷ്ടം എൻ്റെ തന്തേനെയാണ്. എന്ത് പറഞ്ഞാലും കയറാത്തൊരു തന്തയാണ്. ഇവിടെ ഇരിക്കുന്ന പല തന്തമാരും അങ്ങനെയായിരിക്കും. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കയറില്ല, ഇങ്ങോട്ട് മാത്രമേ പറയുള്ളൂ. എൻ്റെ തന്ത അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന പല ചേച്ചിമാരും ചേട്ടന്മാരും നോക്കണ്ട എന്തെങ്കിലും ആവട്ടെ. കാട്ടുപോത്ത് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് സന്തോഷം. അയ്യോ, അവിടെ ഇരിപ്പുണ്ട് ഒരു കാട്ടുപോത്ത് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എൻ്റെ തന്ത അതുപോലത്തെ ഒരു സ്വഭാവക്കാരനാ, ഭയങ്കര ദേഷ്യക്കാരനാ. സംസാരിക്കുന്നത് എങ്ങനെയെന്നറിയോ? അപ്പാ എന്താടാ, എന്തുണ്ട് വിശേഷം? ഫോൺ വിളിക്കുന്നത് എങ്ങനെയാ? എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടപ്പാ? ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞു. വേറെ എന്നിട്ടുള്ളു ഒന്നുമില്ലെന്ന് എന്നിട്ടാ കഴിച്ച ചോറ് കറി എന്നിട്ട എന്താ ഉണ്ടായിരുന്നു? എന്തുട്ടപ്പാ എന്തുണ്ടായിരുന്നല്ലോ എന്നോട് പറഞ്ഞു. പുള്ളി എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടും എൻ്റെ തന്ത. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഈ പുള്ളി എന്തിനാ ഇതുപോലെ ദേഷ്യപ്പെടണേന്ന്. എന്ത് കാര്യത്തിനും തന്നെ എൻ്റെ തന്ത എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടും. അപ്പോൾ ചോദിക്കും, അമ്മ എന്തേ? ഇവിടെ ഉണ്ട്, ഫോൺ കൊടുക്കപ്പ. എന്തിനാ? അല്ല എന്തിനു സംസാരിക്കണ്ടേ? എന്തിനാ? ഇന്നലല്ലേ നീ വിളിച്ചേ? അല്ല അമ്മയല്ലപ്പാ. അതിന് ഇതാണ് സ്വഭാവം. ഞാൻ വീട്ടിൽ ചെന്നാല അപ്പാ എന്തിനാ വന്നേ? ഇതെൻ്റെ വീടല്ലപ്പാ. അതിന് ഇതാണ് എൻ്റെ തന്ത. ഏത് നേരം ഇങ്ങനെ സംസാരിക്കൂ. എന്തും അമ്മ തിരിച്ചാ. ഒടുക്കത്തെ സ്നേഹം. ഒടുക്കത്തെ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും പൊന്നേന്ന് പറഞ്ഞു വരും. പൊന്നെ തങ്കക്കൂടെന്ന് വിളിക്കും, പൊന്നുമോനേന്ന് വിളിക്കുള്ളൂ എന്നെ. അതുകൊണ്ട് ഇടയ്ക്ക് പൊന്നുമോനെ, പൊന്നുടവേ എന്നൊക്കെ പറയണേ. എൻ്റെ അമ്മ എന്നെ പൊന്നേന്ന് വിളിക്കുള്ളൂ. പൊന്നുമോനെ കേൾക്കണ്ട, എന്നെ കൊല്ലേരിക്കും, എന്തെങ്കിലും ആവട്ടെ. പൊന്നുമോനെന്നൊക്കെ വിളിക്കുള്ളൂ. മനങ്ങ് വന്നേടാ. എന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര ഇഷ്ടം. അച്ഛനായി പോയതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്നിപ്പോൾ ധ്യാനപ്രസംഗമൊക്കെ നടത്തി തല്ലോളി ആവേണ്ട സാധനം നന്നാവുമ്പോൾ അമ്മയ്ക്കൊരു സന്തോഷം ഉണ്ടാവില്ലയോ? ആ സന്തോഷമാണ് എൻ്റെ അമ്മയ്ക്ക്. ഭയങ്കര സന്തോഷമാണ്. ധ്യാനഗുരു ജിനു അച്ഛൻ്റെ അമ്മയല്ലെന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരത്തി 2 സ്റ്റെപ്പ് കൂടുതൽ വയ്ക്കും. കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജിനു അച്ഛൻ്റെ മോനാണ്, ജിനു അച്ഛൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ തന്തയ്ക്ക് ഒരു ലെവലേശം മാറ്റമൊന്നുമില്ല കേട്ടോ. അവൻ്റെ തന്തയോ എന്തെങ്കിലാവട്ടെ. ഇതാണ് എൻ്റെ അപ്പൻ. അമ്മ തിരിച്ചാ. ആ ജിനു അച്ഛൻ്റെ മോനെ എല്ലായിടത്തും പോയി എൻ്റെ അമ്മ പരിചയപ്പെടുത്തുന്നറിയോ? ജിനു അച്ഛൻ്റെ അമ്മയാട്ടാ, ജിനു അച്ഛൻ്റെ അമ്മയാ. ഞാൻ കേൾക്കുമ്പോൾ 2 കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആവട്ടെ. ഭയങ്കര അഭിമാനം പുള്ളിക്കാരത്തേക്ക്. തള്ളി വിട്ടപ്പോൾ ചിരിച്ചോണ്ട് വിട്ടതാ. പൊക്ക. ഇപ്പം ന്യായം പറയാൻ വന്ന കേൾക്കേണ്ട കർത്താവ്. വീഡിയോയിൽ നിന്ന് വീട്ടിൽ ചെന്നാൽ കഞ്ഞിവെള്ളം തരില്ല. അങ്ങനത്തെ ഒരു സാധന. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അമ്മയാണെങ്കിൽ ഒടുക്കത്തെ സ്നേഹം, അള്ളിപ്പിടിക്കുന്ന സ്നേഹം. ചെല്ലുമ്പോൾ തൊട്ട് വർത്താനം തുടങ്ങും കേട്ടോ. ഈ കണ്ട കുറ്റങ്ങൾ, ലോകത്തോളം കുറ്റങ്ങൾ മുഴുവൻ പറയും. അയൽവക്കത്തെ കുറ്റം, അപ്പുറത്തെ വീട്ടിലെ കുറ്റം, കാരണം തന്ത മിണ്ടില്ലല്ലോ. തണ്ട എപ്പോഴും എന്തടി, മാറടി, പോടി, പാടി, നിക്കടി, പോടി, പാടി, കഴിഞ്ഞു. അമ്മയ്ക്ക് ആകെ വർത്താനം പറയാനുള്ളത് ഞാനൊക്കെ ഫോൺ വിളിച്ചാൽ അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്താ ചെയ്യണമെന്നറിയോ? ഫോൺ അവിടെ വെച്ചോട്ട് ഞാൻ എൻ്റെ പണിക്ക് പോവും. എപ്പോഴെങ്കിലും വന്നിട്ട് ആ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇടയ്ക്ക് വന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ മതി. എന്തോരം നേരം വേണമെങ്കിലും സംസാരിക്കാം എൻ്റെ തള്ള. അപ്പോൾ ഞാൻ പറയും, ഈ അമ്മയ്ക്ക് വിഷയമൊന്നും വേണ്ട. മഴയൊക്കെ പെയ്താൽ പറയും, മോനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്, നമ്മുടെ വാഴ കൊലച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വാഴയ്ക്ക് കൊലയ്ക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പം ഞാനെന്ത് ചെയ്യാനാ? ഇതൊക്കെയാണ് അമ്മ പറയണേ. നമ്മൾ വെച്ച വാഴ കൊലച്ചു. കഴിഞ്ഞ ദിവസം കുറച്ചാൾ മുമ്പ് വിളിച്ചിട്ട് പറയാ, കിച്ചു പ്രസവിച്ചു, വീട്ടിലെ പൂച്ചയാ. അപ്പം ഞാൻ പറഞ്ഞ, എൻ്റെ അമ്മയെ ഞാനല്ല ഉത്തരവാദി. അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ തള്ള. എല്ലാ കാര്യങ്ങളും പറയും. തന്തയാ, ജന്മത്തും മിണ്ടാത്തൊരു തന്ത. ഒരക്ഷരം മിണ്ടില്ല, വായ തുറക്കാത്തൊരു സാധനം. എൻ്റെ അപ്പൂപ്പൻ, ഞാൻ സാധാരണ നിങ്ങൾ അപ്പന്മാരെ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. നമ്മുടെ അപ്പന്മാരൊക്കെ ഏറ് പിടിച്ചിരിക്കുന്ന അപ്പന്മാർ ഒരു ജന്മത്തിൽ കരയില്ല, ചിരിക്കില്ല, മിണ്ടത്തില്ല, അതിങ്ങനെ ഇരിക്കുള്ളൂ. എൻ്റെ തന്ത ഇതുപോലെ തന്നെയാ. ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഈ അപ്പന്മാരെ പലപ്പോഴും മക്കൾ തട്ടിക്കളയും. കാരണം എന്താ പറയുക, തട്ടിക്കളെന്ന് വെച്ചാൽ അവർ മാറ്റി നിർത്തും. കാരണം അപ്പനെ സ്നേഹിക്കാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം എന്നറിയോ, ഇവിടെ ഇരിക്കുന്ന യുവതിവാക്കളോടും മക്കളോടൊക്കെ ഞാൻ പറയുവേ,
നിങ്ങളുടെ അപ്പന്മാരെ സ്നേഹിക്കണം കേട്ടോ. അവരങ്ങനെയായി പോയത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെയൊക്കെ അപ്പന്മാരെ എന്തുകൊണ്ടാണ് അങ്ങനെയായി എന്നറിയോ? അവരുടെ പ്രശ്നങ്ങളെ കൊണ്ട് അവരുടെ ജോലി സ്ഥലത്ത് എന്തോരം വേദന അനുഭവിക്കണമെന്നറിയോ? അവർ വീട്ടിൽ വന്ന് പറയില്ല. അത് വീട്ടിലിങ്ങനെ ചങ്കത്ത് വെച്ചുകൊണ്ട് ചിരിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ജീവിക്കും. മക്കളറിയേണ്ട ജീവിത പങ്കാളി അറിയേണ്ടെന്ന് വെച്ച് ജീവിക്കും. പക്ഷെ ആ തള്ള അങ്ങനെയല്ല. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അള്ളി പിടിച്ച് കരയും. അതുകൊണ്ട് മക്കൾ നോക്കുമ്പോൾ അമ്മ കരയണു, അമ്മ സ്നേഹം. ചില തള്ളമാരുണ്ട് എരി കയറ്റിക്കൊണ്ട് ഈ ടെൻഷൻ അടിച്ച് തന്നെ അപ്പനെ കൊണ്ട് തല്ലിപ്പിക്കും. എൻ്റെ തള്ള ബെസ്റ്റ് എക്സാമ്പിളാ. അപ്പൻ ജോലിയൊക്കെ കഴിഞ്ഞ് കൂലിപ്പണി കഴിഞ്ഞ് ക്ഷീണിച്ചയക്കും എന്നെ. ആ നേരത്തെ എൻ്റെ തള്ള പോയി ഏരി കയറ്റിക്കൊണ്ട് അപ്പനെ കൊണ്ട് തല്ലിപ്പിക്കും. എന്നിട്ട് അവസാനം അമ്മ വന്നിട്ട് പറയും, പോട്ടെ മോനെ, അപ്പൻ അറിയാണ്ട് തല്ലിയതല്ലേ. ഞാൻ ഈ പുള്ളിക്കാരത്തി എരി കയറ്റി കൊടുത്തേക്കണേ. ഈ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത് എൻ്റെ തള്ളയാ. എന്നിട്ട് അവസാനം എന്താ പറയും, പോട്ടടാ, അപ്പൻ അറിയാണ്ട് തല്ലിയതല്ലേ. ഇങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ചില നേരത്ത്. കാരണം പുള്ളിക്കാരത്തിയാണ് എല്ലാം ചെയ്തേക്കണേ. ഈ അപ്പന്മാരെ നിങ്ങൾ അങ്ങനെ കാണരുത് കേട്ടോ. അതൊക്കെ സാധനങ്ങളാ. അതുങ്ങളുടെ മനസ്സിൽ മറയെ സ്നേഹമാ, പക്ഷെ മിണ്ടത്തില്ല. എപ്പോഴും മുരുടെ സ്വഭാവം കാണിക്കണമെന്നറിയോ? അറിയാണ്ട് അങ്ങനെ കരഞ്ഞു പോയാൽ ഉള്ളതൊക്കെ പുറത്തു വരും. അറിയാണ്ട് അങ്ങനെ ചിരിച്ചു പോയാൽ ഉള്ളതൊക്കെ പുറത്തു വരും. അതുകൊണ്ട് അവർക്ക് അറിയില്ല, ചിരിക്കില്ല, ഇങ്ങനെ ഏറ് പിടിച്ച് ജീവിക്കും. അതുകൊണ്ട് അറ്റാക്ക് തന്നെ പലതും ചത്തുപോണേ. പലവരും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയാണ്ടല്ലോ, ഇതുപോലെ ലോകത്ത് സ്നേഹിക്കുന്ന വേറൊരു മനുഷ്യനുണ്ടാവില്ല. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്, എൻ്റെ തന്ത ജന്മത്തിൽ കരയില്ല. എൻ്റെ അപ്പൂപ്പൻ മരിച്ചെടുക്കുക, അപ്പൻ്റെ അപ്പം മരിച്ചെടുക്കണ പന്തിയിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ അള്ളി മുറിയിട്ട് കരയാ. എൻ്റെ തന്ത മാത്രം ഇങ്ങനെ നിൽക്കുക. ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനെ തുള്ളിയൊരു കണ്ണീര് വീടുണ്ട് പാവം, എന്നാൽ ആശ്വസിപ്പിച്ചേക്കാം എന്ന് ചെന്നുകൊണ്ട് അരികത്തുന്നു. വിളിച്ചു, അപ്പാ. എന്താടാ? പോട്ടേപ്പാ, അപ്പം മരിച്ചെടുക്കാട്ടാ, പോട്ടേപ്പാ. ആർക്ക് പോട്ടേന്ന്? വിഷമിക്കണ്ടപ്പാ. ആർക്ക് വിഷമം? അപ്പങ്ങ് വന്നേ, ഞാൻ സ്നേഹം കൊണ്ട് വിളിച്ചതാ. അപ്പങ്ങ് വന്നേ, കൈക്ക് പിടിച്ച്. അടുത്ത് വന്ന ഡയലോഗ് എനിക്ക് പറയാൻ പറ്റാത്തതാ. അടുത്ത തൊട്ട് പറഞ്ഞെന്നറിയോ, എടാ പോ. അത് നിങ്ങൾ പൂരിപ്പിച്ചോ? ഇതാണ് എൻ്റെ തന്ത. എൻ്റെ തന്ത ഇങ്ങനെയാ പെരുമാറൂ. പക്ഷെ ഞാൻ പറയും, ഈ ലോകത്തിന് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനാ. എൻ്റെ ഏറ്റവും ഇഷ്ടമാണ്. നമുക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ അറിയാം, എൻ്റെ അപ്പനെ സ്നേഹിക്കാൻ അറിയില്ല. ചില കർത്തവന്മാർക്ക് അപ്പന്മാർക്ക് സ്നേഹിക്കാൻ അറിയില്ല കേട്ടോ. അവരങ്ങനെയാ, എപ്പോഴും റഫാ, ദേഷ്യം വാശിയും ഒക്കെയാണ് കാണിക്കും, കർക്കശയൊക്കെ കാണിക്കും. പക്ഷെ നിങ്ങൾ അപ്പന്മാരെ സ്നേഹിച്ചു നോക്കിയേ, ഭയങ്കര സ്നേഹോടോ. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന അമ്മേനല്ല കേട്ടോ, അപ്പനെയാ. അമ്മേനെ വിളിച്ച അമ്മയുടെ സങ്കടം കേട്ടിട്ട് അവസാനം നമ്മൾ തന്നെ അമ്മയോട് പറയും, അമ്മേ പോട്ടെ. അപ്പൊ നമ്മൾ സങ്കടം കൊണ്ട് വിളിച്ചേക്കാ, ഈ തള്ളയ്ക്ക് അത് മനസ്സിലാവണില്ല, അത് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവസാനം പറയും, അമ്മേ പോട്ടെ. പക്ഷെ തന്തേനെ വിളിച്ച അപ്പാ സൗണ്ട് പറയുമ്പോൾ ചോദിക്കും, അപ്പാ ആദ്യം ദേഷ്യപ്പെടുള്ളൂ. എന്താടാ അപ്പാ? പുള്ളിക്കും കത്തിയിട്ടാ സൗണ്ട് മാറിയെന്നറിയാം. എന്താ പറ്റിയടാ? പ്രശ്നമുണ്ടപ്പാ. എന്താടാ? ദേഷ്യപ്പെടുള്ളൂ. എന്താടാ? ഒരു ബുദ്ധിമുട്ടുണ്ടപ്പാ. എന്താടാന്നെങ്കിലും ചോദിക്കും. എൻ്റെ തള്ളയോടെ അങ്ങനെ പറഞ്ഞാണ്ടല്ലോ, അത് പോട്ടെ മോൻ, ഇത് കേക്ക്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇങ്ങനെയായിരുന്നു, ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇങ്ങനെയായിരുന്നു, കൊല കുഴച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇത് കേക്ക് ആദ്യം. എൻ്റെ മോനെ കൊല കുഴച്ചത് വാഴക്കണ്ണുണ്ടാവട്ടെ ആദ്യം, നോക്കട്ടെ, നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ സംസാരം. അപ്പൻ്റെ ഡയലോഗൊന്നും ഇട്ടാന്നറിയാം അടുത്തത്, സങ്കടം പറയുമ്പോൾ. അപ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പം അടുത്ത ഡയലോഗ് എൻ്റെ അപ്പം പറയുന്ന ഒറ്റ ഡയലോഗ് പറയുള്ളൂ, നീ ഫോം വെച്ചടാ, പള്ളി പോ. നിന്നെ ഞാൻ വിട്ടത് തമ്പുരാൻ്റെ മുമ്പിലാ, അവിടെ പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. ഞാൻ ഇന്നും ഓർക്കും, എൻ്റെ അപ്പൻ എപ്പോഴും പറയത്, നിന്നെ ഞാൻ വിട്ടത് തമ്പുരാൻ്റെ മുമ്പിലാ, ആ അപ്പൻ്റെ മുമ്പിൽ പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. ഞാൻ എന്തിനെന്ന് പറഞ്ഞതെന്നറിയോ? എൻ്റെ അപ്പനെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയ്ക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ അറിയാത്ത എൻ്റെ അപ്പനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഈ അപ്പന് ക്യാൻസർ. നമ്മൾ ചിന്തിക്കണ അറിയോ, ദൈവം ഏറ്റവും കൂടുതൽ നമ്മളോട് ഈ സങ്കടം തരാൻ പോണത് എന്തിലാണെന്നറിയോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിലാണ് തമ്പുരാൻ നമ്മളോട് ഏറ്റവും കൂടുതൽ സങ്കടം തരുള്ളൂ കേട്ടോ. നിങ്ങൾ ഏതിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ചിന്തിച്ചോ, അതിലിട്ട് തമ്പുരാൻ കൃത്യമായിട്ട് പണി തരും. ഇപ്പം നിൻ്റെ കൊച്ചിനെയാണോ ജീവിത പങ്കാളിയാണോ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണേ, അതിലിട്ട് തമ്പുരാൻ പണി തരാൻ പോകും കേട്ടോ. കൃത്യമായിട്ട് ഒരു വിഷമം തരും. ഞാനിത് പറഞ്ഞ് നിർത്തിക്കോളാം. എൻ്റെ അപ്പന് ക്യാൻസറായിരുന്നു. ഞാൻ ഈ പ്രസംഗിക്കാൻ കാരണം എൻ്റെ അപ്പന് ക്യാൻസറാണ്. എനിക്ക് ഈ തിരുപ്പട്ടത്തിൻ്റെ സമയത്തായിരുന്നു എൻ്റെ അപ്പന് ക്യാൻസറേ. അപ്പൻ എല്ലാ ദിവസവും ഈ തല കറങ്ങി വീഴും. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അപ്പന് ഇച്ചിരി ടെൻഷനൊക്കെ അടിക്കുന്ന ആളാണ്, അതുകൊണ്ടായിരിക്കും തല കറങ്ങി വീഴണേ.
ഞാനതൊക്കെ അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാനും ചേട്ടനും ചിന്തിച്ചു, ദൈവമേ അപ്പൻ ഇതിന് എല്ലാ ദിവസവും ഈ തലകറങ്ങി വീഴണേ. അപ്പനാണെങ്കിൽ ചോദിക്കാനും പേടിയാണ്, കാരണം എന്തെങ്കിലും തെറിയ പറയുള്ളൂ തിരിച്ച്. അപ്പം ചോദിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ടെൻഷനൊക്കെ അടിക്കുന്നത് കൊണ്ട് തിരുപ്പട്ടത്തിൻ്റെ സമയത്ത് ഇതിന് ഓർത്തിട്ടായിരിക്കും ടെൻഷൻ അടിച്ചുകൊണ്ട് വീഴുന്നതായിരിക്കും. പക്ഷേ എൻ്റെ തിരുപ്പട്ടം കഴിഞ്ഞിട്ട് എൻ്റെ പട്ടം, ഞാൻ അച്ഛനായിട്ടും അപ്പൻ്റെ വീഴ്ചയ്ക്ക് കുറവില്ല. അവസാനം ഞങ്ങൾ അപ്പനോട് പറഞ്ഞു, ഞാൻ ഇച്ചിരി തൻ്റെ ഇടത്തോട് പറഞ്ഞു, അപ്പ നമുക്കൊന്ന് ആശുപത്രി പോവാം. എന്തോ കേട്ടു, അല്ലെങ്കിൽ കേൾക്കാറില്ല. ഞാൻ അപ്പനോട് പറഞ്ഞു, അച്ഛനായതുകൊണ്ടായിരിക്കും ചിലതൊക്കെ ഇഷ്ടം പറഞ്ഞാൽ കേൾക്കും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പ നമുക്ക് ആശുപത്രി പോവാം. തൊട്ടടുത്ത് ഞങ്ങളുടെ LF ഹോസ്പിറ്റലാണ്. LF ഹോസ്പിറ്റൽ ഞങ്ങൾ അറിയാവുന്നൊരു ഡോക്ടറാ, ചെല്ലുക. അപ്പം ഞാനുണ്ട്, അപ്പനുണ്ട്, ചേട്ടനുണ്ട്. ഡോക്ടർ എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചു, അജിനു വെച്ചാൽ അപ്പന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ഡോക്ടറെ. പ്രഷറോ ഷുഗറോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. മൊത്തം ചെക്ക് ചെയ്ത് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്ന് സ്കാനിങ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും തല ഇറങ്ങി വീണെന്ന് അറിയാൻ പാടില്ല, ഒന്ന് സ്കാനിങ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് 2 ദിവസം കഴിഞ്ഞാൽ കിട്ടുള്ളൂ അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ഡോക്ടർ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഡോക്ടർ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു, ജിനു വെച്ചാൽ അപ്പനെ കൂട്ടണ്ട, അച്ഛനും ചേട്ടനും കൂടി ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ചില നേരത്തെ ഡോക്ടർ പറയാ, അച്ഛാ അപ്പന് ക്യാൻസറാ, ആമാശയ ക്യാൻസറാണ്, അധികം നാളിഞ്ഞ് അപ്പൻ ജീവിക്കില്ല, 2 മാസത്തിനുള്ളിൽ അപ്പം പോവും. ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എന്ത് വർത്താനം ഈ പറയണേ? എനിക്ക് ഈ ലോകത്ത് അത് കേൾക്കാൻ മാറ്റാൻ പറ്റില്ല. എൻ്റെ അപ്പം പോണ കാര്യം, മരിച്ചു പോണ കാര്യം എനിക്കത് പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞു, അച്ഛാ 2 മാസത്തിനുള്ളിൽ അപ്പം പോവും. കാരണം അപ്പന് ആമാശയ, നിങ്ങൾ ഓർക്കണം, ഈ ക്യാൻസറുകളിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ക്യാൻസറാണ് ആമാശയ ക്യാൻസർ. കാരണം ഇത് വന്നാൽ അധികം നാൾ ജീവിക്കില്ല, പെട്ടെന്ന് മരിക്കും. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിപ്പിക്കുന്നത് ഈ ആമാശയ. ഈ ആമാശയത്തിന് ക്യാൻസർ വരുമ്പോൾ ഇത് ഈ ആമാശയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും. എന്ന് വെച്ചാൽ ചെറുകുടല്, വൻകുടല്, കരള്, പല ഗ്രന്ഥികള്, ഇതിൽ ഈ ശരീരത്തിൽ നിന്ന് ആവശ്യമായ പ്രോട്ടീൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ ആമാശയ. ഈ ആമാശയത്തിന് ക്യാൻസർ വന്നാൽ ഈ രോഗാണുക്കളെ ഇതെല്ലായിടത്തേക്കും പമ്പ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പം ചെറുകുടലിനെ ബാധിച്ചിട്ടുണ്ട്, വൻകുടലിനെ ബാധിച്ചിട്ടുണ്ട്, ഈ കരളിനെ ബാധിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു, അച്ഛാ കൂടി വന്നാൽ 2 മാസം അപ്പം ജീവിക്കുള്ളൂ, അതിൽ കൂടുതൽ. കാരണം അപ്പൻ്റെ ശരീരം മുഴുവൻ അങ്ങനെയായി 4th സ്റ്റേജ് കഴിഞ്ഞിട്ട് നിൽക്കണേ. അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എന്തെങ്കിലും വഴിയുണ്ടോ? അച്ഛാ അച്ഛനറിയാലോ നിങ്ങളുടെ കുടുംബമായിട്ട് എനിക്ക് അത്രയും ബന്ധമുണ്ട്, ഞാൻ പറയാതിരിക്കും അച്ഛാ, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ശരിയാക്കാൻ പറ്റും അച്ഛാ, ഒരു ട്രീറ്റ്മെൻറ്റ് ഇനി ഇല്ല, ചെയ്യണമെങ്കിൽ തന്നെ ഓപ്പൺ സർജറി ചെയ്യണം, കീ ഹോള് പറ്റത്തില്ല. ഓപ്പൺ സർജറി വെച്ചാൽ കഴുത്തിൻ്റെ ഇവിടെ നിന്നോട്ട് അടിവയറ് വരെ കീറണം, ഇതൊരു തുറന്ന് വെച്ചിട്ട് വേണം സർജറി ചെയ്യാൻ. അച്ഛാ അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പനെ തിരിച്ചു കിട്ടാൻ വഴിയില്ല അച്ഛാ, കത്തി വയ്ക്കാതിരിക്കണം നല്ലത്, ഓപ്പറേഷൻ ചെയ്യാതിരിക്കണം നല്ലത്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഡോക്ടർ പറഞ്ഞു, ഇല്ല അച്ഛാ, അച്ഛന് കേൾക്കത് മനസ്സിലാക്ക്, ഈ 2 മാസമെങ്കിൽ അപ്പൻ്റെ കൂടെ ജീവിക്ക്. ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഇത് എന്തെങ്കിലും പറയണേ, എനിക്ക് പറ്റത്തില്ല, 2 മാസത്തിനുള്ളിൽ എൻ്റെ അപ്പം മരിച്ചു പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഇതൊരിക്കലും അപ്പനോട് പറയരുത്, അപ്പൻ അറിഞ്ഞാൽ രോഗം മൂർച്ഛിക്കും, ടെൻഷൻ കൂടും, അപ്പം മരിക്കും. ഞാൻ പറഞ്ഞു, ഡോക്ടർ അപ്പനോട് പറയുന്നില്ല, ഇതിന് വേറെ വഴി. ഡോക്ടർ പറഞ്ഞു, ഇല്ല അച്ഛാ വേറെ വഴിയില്ല, അച്ഛൻ പൊക്കോ. ഞാനും ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന എത്ര സങ്കടത്തോടെ എന്നറിയോ? അപ്പനെ പിടിച്ചുകൊണ്ട് അന്ന് എറണാകുളത്തുള്ള എല്ലാ ഹോസ്പിറ്റലും പോയി, റെന്നിയൻ മെഡിസിറ്റി, ആസ്റ്റർ മെഡിസിറ്റി, ലിസി ഹോസ്പിറ്റല്, ലേക്ക് ഷോർ, രാജഗിരി, എല്ലാ ഹോസ്പിറ്റലും കൊണ്ടേ കാണിച്ചു. എല്ലാ ഹോസ്പിറ്റലും ഇത് എഴുതി, അപ്പം മരിക്കും, 2 മാസം ജീവിക്കുള്ളൂ, കൂടി വന്നാൽ അതിനുള്ളിൽ മരിക്കും. കാരണം സ്കാനിങ് റിപ്പോർട്ട് നോക്കുമ്പോൾ അപ്പം മരിക്കുന്നതിന് തുല്യ. അവസാനം എനിക്ക് വഴിയിലാണ് ഞാൻ എവിടേക്കാണ് പോകണത്, ഞാൻ ചുരുക്കി പറയാം. ലൂർദ് ഹോസ്പിറ്റലിൽ ചെല്ലണം, ലൂർദ് ഹോസ്പിറ്റലിൽ, എറണാകുളത്തോടൊരു ഹോസ്പിറ്റലിൽ ലൂർദ് കൊള്ളാം, അവർ മധു ഡോക്ടറുണ്ട്, മധു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലാം. മധു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അപ്പൻ ഇതാ. അപ്പം സ്കാനിങ് റിപ്പോർട്ട് നോക്കി ഡോക്ടറും പറഞ്ഞു, അച്ഛാ 2 മാസത്തിനുള്ളിൽ അപ്പം മരിക്കും. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കണ്ണെന്നറിയാം, എനിക്ക് വേറെ വഴിയില്ല. ഞാൻ കരഞ്ഞിട്ട് അപ്പനോട്, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് എൻ്റെ അപ്പന്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛാ വേണമെങ്കിൽ സർജറി ചെയ്യാം, ഓപ്പൺ സർജറി ചെയ്യാം, പക്ഷെ ജീവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അച്ഛാ, വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ നമുക്ക് ചെയ്താലാ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛാ അത് ഉറപ്പൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് എഴുതി ഒപ്പിട്ട് തന്നെ ഓപ്പറേഷൻ്റെ സമയത്ത് അപ്പം മരിച്ചു പോയാൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഞങ്ങൾ ഓപ്പറേഷൻ ഡേറ്റ് എടുത്തു. ഞാനും ചേട്ടന് മാത്രമേ അറിയുള്ളൂ, അപ്പൻ അറിയാൻ പാടില്ല, അമ്മയ്ക്ക് അറിയാൻ പാടില്ല, പെങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പന് ക്യാൻസറാണ്. ഞാനും ചേട്ടന് മാത്രം അറിയുന്ന ഒരു കാര്യം. ഞങ്ങൾ ഓപ്പറേഷൻ ഡേറ്റ് എടുത്തിട്ട് ഓപ്പറേഷൻ ഡേറ്റിൻ്റെ സമയത്ത് ഓപ്പറേഷന് മുമ്പായിട്ട് ഞാനും ചേട്ടനും അപ്പൻ്റെ കൈക്ക് പിടിച്ചിങ്ങനെ നിൽക്കുക. ചേട്ടൻക്ക് അറിയാം, ശരിക്കും കറിയാം. ഇപ്പം ചേട്ടൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അപ്പന് സംശയമായി. അപ്പൻ ചോദിച്ചു, ബിനോ നീ എന്തിനാ കരയണേ? ഞാൻ ചേട്ടൻ്റെ പുറത്തോട്ടിട്ട് പറഞ്ഞു, നീ പോയടാ. അവൻ പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കണം. അപ്പം എൻ്റെ കണ്ണെന്നറിയാം. കാരണം എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണം, അപ്പം തിരിച്ചു വരുമെന്ന് ചെയ്യുന്ന ഡോക്ടർ പോലും ഉറപ്പ് വന്നിട്ടില്ല. ഒപ്പിട്ട് വാങ്ങിച്ചേക്കാം, മരിച്ചുപോയ ഉത്തരവാദിത്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തിൻ്റെ പേരില പിന്നെ അപ്പനോട് പറയാ? എനിക്ക് ഉറപ്പില്ല ഒന്നിലും. ഞാനിങ്ങനെ നിൽക്കുക.
അപ്പം ചോദിച്ചു, നീ എന്താ ഇങ്ങനെ കരയണേ? ഞാൻ പറഞ്ഞു, അപ്പ ഒന്നുമില്ലപ്പാ. എന്താടാ നിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ലപ്പാ. നിന്റെ മുഖം എന്താ പാടിക്കണേ? ഒന്നുമില്ലപ്പാ. ഞാനിങ്ങനെ നിന്ന് പരിഗണണ്ടിട്ട് അവിടുത്തെ നേഴ്സ് വന്നിട്ട് ചോദിച്ചു, വെച്ചാൽ സമയമായി, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ഞാൻ നേരെ പോയത് എങ്ങനെയെന്നറിയോ, ഈ ലൂർദ് ഹോസ്പിറ്റലിൽ ചെറിയൊരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കുപ്പായിട്ടോണ്ട് ചെല്ല. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോണേ. അന്ന് വരെ ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കില്ലായിരുന്നു. അന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടൂത്തിയിട്ട് 2 കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ, കർത്താവേ, നിന്റെ കാസയും പീലാസയും എടുക്കണ കയ്യാ ഇത്. നിനക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചതാ. എനിക്കെൻ്റെ അപ്പനെ വേണം, എനിക്കെൻ്റെ അപ്പനെ വേണം. ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ എൻ്റെ അപ്പനെ വേണം. തളർന്നിട്ടാണെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഞാനിത് പറഞ്ഞിട്ട് ഏന്തിക്കറിയാ. എനിക്ക് എൻ്റെ അപ്പം പോണത് ഓർത്തിട്ട് പറ്റണില്ല. ഏന്തിക്കറിയണ സമയത്ത് പള്ളിയുടെ അകത്തിരിക്കണ പലരും വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛനെന്തിനൊക്കെ അറിയണേ? ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് മാറുന്നു, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. ഒരു ദിവസം കഴിഞ്ഞ് 8 മണിക്കൂർ നീണ്ടുന്ന സർജറിയാ. 8 മണിക്കൂർ നീണ്ടുന്ന സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്നു. ഡോക്ടറെ എന്തായി? ഡോക്ടർ ചോദിച്ചാൽ ഒന്നും പറയാറായിട്ടില്ല, പിന്നെ പറയാം. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്നു, ഒന്നും പറയാറായിട്ടില്ല. പിറ്റേത് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ അറിഞ്ഞു, പെങ്ങളറിഞ്ഞു. അമ്മ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു എന്നോട്, ജിനുമോനെ, നീ എന്തിനാ അപ്പനെ കൊലയ്ക്ക് കൊടുത്തേ? 2 മാസം അപ്പൻ ജീവിക്കില്ലായിരുന്നില്ലടാ. എൻ്റെ കോളറിനെ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ ചോദിച്ചേ. എൻ്റെ പെങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കണ്ട ഹോസ്പിറ്റലും ഡോക്ടർമാരും ഒക്കെ പറഞ്ഞല്ലേ ചേട്ടാ ഈ മരിക്കൂന്ന്, ഓപ്പൺ സർജറി ചെയ്യണ്ടെന്ന്, പിന്നെ എന്തിനാ ചേട്ടാ ഇത് ഒപ്പിട്ട് കൊടുത്തേ? എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല ഇവരുടെ ചോദ്യത്തിന് മുമ്പിൽ. 2 ദിവസം ഞാൻ ആ പള്ളിയുടെ അകത്തിരുന്നു. 2 ദിവസം ഇരുന്ന് കരഞ്ഞു തമ്പുരാൻ്റെ മുമ്പിൽ. എനിക്ക് എൻ്റെ അപ്പനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. 2ാമത്തെ ദിവസം എന്നെ വിളിക്കാൻ പറയാ. ഡോക്ടർ പറയാ, ജിനുവച്ചനോടൊന്ന് വരാൻ പറ. ഞാൻ ചങ്കിടിപ്പ് കൂടി വരാ. മരിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നു. അമ്മയോട് ഞാൻ എന്ത് പറയും? പെങ്ങളോട് ഞാൻ എന്ത് പറയും? എനിക്ക് ഉത്തരവില്ല. എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയും? 2 മാസം ജീവിക്കേണ്ട അപ്പനെ നേരത്തെ കൊന്നൊരു മോൻ. എനിക്ക് ഉത്തരവില്ല, ഒന്നിനും ഉത്തരവില്ല. ഞാൻ ചങ്കിടിപ്പ് കൂടി വരാ. എല്ലാം കൂടി വന്നിട്ട് ഞാനിങ്ങനെ ചെല്ലണ സമയത്ത് അത് ഡോക്ടറിൻ്റെ റൂം തുറന്ന് ഞാൻ കയറി. നേരെ ചെന്ന് ഈ മേശമ 2 കൈ ഇങ്ങനെ പിടിച്ചു. ഡോക്ടറോട് ഞാൻ പറഞ്ഞിങ്ങനെയാ, ഡോക്ടറെ, മരിച്ചു എന്ന് പറയില്ലേ, എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല. ഞാൻ ഇന്നും പറയും, അത് സങ്കടത്തോടൊക്കെ വരയും ചിലപ്പോൾ. എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല. ഡോക്ടർ പറയില്ലേ. ഡോക്ടർ എന്നോട് പറഞ്ഞത്, എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ഇങ്ങനെ താങ്ങി പിടിച്ച കൈ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഡോക്ടറിന്റെ കൈ പിടിച്ചിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാ, ജിനുവച്ചാ, ഞങ്ങൾ ഓപ്പൺ സർജറി ചെയ്തിട്ട് അപ്പനെ നോക്കിക്കഴിഞ്ഞപ്പോ അപ്പന്റെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് അപ്പൻ മരിച്ചു എന്നാ. അത് ആദ്യത്തെ ദിവസം അച്ഛൻ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒന്നും മിണ്ടാതെ പോന്നേ, ഒന്നും പറയാറായിട്ടില്ലെന്ന്. അച്ഛാ, ഇന്നലെ ഞാൻ കരുതിയത് ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയത്, അപ്പന്റെ കണ്ടീഷൻ കണ്ടപ്പോൾ കരുതിയത് അപ്പം മരിച്ചു തന്നെയാ. 2ാമത്തെ ദിവസത്തെ ഇന്ന് രാവിലെ ഞാൻ അപ്പനെ പോയി നോക്കിക്കഴിഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം അച്ഛനോട് പറയാച്ചാ, നമ്മളൊക്കെ മരിക്കുമെന്ന് പറഞ്ഞ അപ്പൻ ദേ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, അപ്പൻ എങ്ങനെ ജീവിക്കണേന്ന് പോലും എനിക്കറിയാൻ പാടില്ല. മരിക്കുമെന്ന് ഞാൻ വിചാരിച്ച കാര്യം അത്. ഈ കണ്ട ഹോസ്പിറ്റലിൽ മുഴുവൻ വിധി എഴുതിയതല്ലേ അപ്പം മരിക്കൂന്ന്. ഈ കണ്ട ഡോക്ടർമാർ മുഴുവൻ വിധി എഴുതിയതല്ലേ അപ്പം മരിക്കൂന്ന്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്നറിയോ, ഈ ലോകം മുഴുവൻ വിധി എഴുതി എൻ്റെ അപ്പം മരിക്കൂന്ന്. ഡോക്ടർമാർ ബിരുദമുള്ള ഡോക്ടർമാർ വിധി എഴുതി എൻ്റെ അപ്പം മരിക്കൂന്ന്. ചികിത്സിക്കാൻ പോയ എല്ലാ ഹോസ്പിറ്റലും വിധി എഴുതി എൻ്റെ അപ്പം മരിക്കുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ വിധി എഴുതി എൻ്റെ അപ്പം മരിക്കുന്നു. പക്ഷെ എൻ്റെ തമ്പുരാൻ, എൻ്റെ അപ്പൻ, എൻ്റെ സ്വർഗീയ അപ്പൻ, എൻ്റെ ദൈവം വിധി എഴുതി എൻ്റെ അപ്പൻ ജീവിക്കുമെന്ന്. എൻ്റെ അപ്പം മതിയടോ എൻ്റെ അപ്പൻ ജീവിക്കാൻ. എൻ്റെ സ്വർഗീയ അപ്പം മതി എൻ്റെ അപ്പൻ ജീവിക്കാൻ. എനിക്ക് എന്താ നിങ്ങളോട് പറയാന്നറിയോ, ആ അപ്പൻ മതി. ഈ ലോകം മുഴുവൻ വിധി എഴുതും, നീ തോറ്റു, നീ തീർന്നു, നീ തകർന്നു, നിനക്കിനി ആ ജീവിതം ഇല്ല, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നീ ഒറ്റ കാര്യം ചിന്തിച്ചോളാം, നിന്റെ അപ്പം വിചാരിച്ചാൽ മതി, നിന്റെ ഈ സ്വർഗീയ അപ്പം വിചാരിച്ചാൽ മതി, നിനക്ക് ജീവിക്കാൻ പറ്റും, ഏതവസ്ഥയിലും ജീവിക്കാൻ പറ്റും. അന്ന് ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്നറിയോ, അച്ഛാ, കൂടി വന്ന അപ്പൻ 1 വർഷമാട്ടാ ജീവിക്കുള്ളൂ. നിങ്ങൾ എൻ്റെ വീട്ടിൽ പോരെ, അങ്കമാലിക്കടുത്ത് എൻ്റെ വീട്, എൻ്റെ വീട്ടിൽ പോരെ. 10 വർഷം കഴിഞ്ഞു, ആ സാധനം പോയിട്ടില്ല, ഇപ്പോഴിരിക്കുക അതുപോലെ. ഞാൻ ചോദിക്കാറുണ്ട്, ഈ പുള്ളി പോണമില്ല മനുഷ്യനെ പറ്റിക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, 10 വർഷം കഴിഞ്ഞു. മധു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മധു ഡോക്ടർ അത്ഭുതത്തോടെ നോക്കിക്കണേ. പാതി ആമാശയില്ല, ചെറുകൂടിൽ പാതി കളഞ്ഞു, വൻകൂടിൽ പാതി കളഞ്ഞു, ഇതൊക്കെ കളഞ്ഞിരിക്കണ ശരീര. ഇതെങ്ങനെ ജീവിക്കണേന്ന് പോലും മധു ഡോക്ടറിന് അറിയാൻ പാടില്ല.
എനിക്കും അറിയാൻ പാടില്ലേ. പുള്ളിക്കൊരു വെട്ടുണ്ട്, കഴുത്തിൻ്റെ ഇവിടെ നിന്നോട്ട് അടിവയറ് വരെ കീറിയൊരു വെട്ട്. ആ പാട് ഇപ്പോഴും നിൽക്കണ്ട, ഇങ്ങനെ തുന്നിക്കുട്ടിയൻ്റെ ഈ നെഞ്ച്, ഇതൊക്കെ തുന്നിക്കുട്ടിയൻ്റെ. ഞാൻ എപ്പോഴും പറയും, കർത്താവ് വരച്ച വരയാന്നത്. നിന്റെ ജീവിതത്തിലും കർത്താവ് വരയ്ക്കും ചില വരകൾ. നിന്റെ ജീവിതത്തിലും കർത്താവ് വരയ്ക്കും ചില വരകൾ. ആ വരകൾക്കപ്പുറം പോകാൻ ഈ ലോകത്ത് ഒന്നിനും പറ്റില്ലടോ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അറിയോ, നമ്മൾ പ്രാർത്ഥിക്കണ ദൈവം ചില്ലറക്കാരനായ ഒരു ദൈവമല്ല. അതേത് ജീവിതത്തിൻ്റെ സാഹചര്യത്തിലും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള സർവശക്തനായ തമ്പുരാൻ്റെ മുമ്പിലാ നീ മുട്ടുകുത്തണേ, കരങ്ങൾ വിരിക്കണേന്ന് നീ ഓർത്താലുണ്ടല്ലോ, നീ ഏത് സങ്കടത്തിലും ജീവിക്കും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഏത് സങ്കടത്തിൻ്റെ തടവിലും നീ ചിന്തിച്ചോളണം, നീ ജീവിതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് തമ്പുരാൻ്റെ മുമ്പിലാണ്. ആ തമ്പുരാൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം തിരുവചനം വായിച്ചുകൊണ്ട് അച്ഛൻ നിർത്തുക. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കോളും. കർത്താവിൻ്റെ അടുത്തിരിക്കും മക്കളെ. എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ അടുത്തിരിക്കും. നമുക്കറിയാവുന്നൊരു പാട്ടുണ്ട്, ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ജീവിതത്തിൽ എത്ര വേദനയുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഓർത്തോളണം, എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. ആ തമ്പുരാൻ അസാധ്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല കേട്ടോ. എൻ്റെ മക്കളെ, ഒത്തിരി സങ്കടത്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയേക്കാം, വേദനയിലൂടെ കടന്നു പോയേക്കാം, പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയേക്കാം. തമ്പുരാൻ്റെ അടുത്തിരിക്കുക, തമ്പുരാൻ തരും ഉത്തരം. നിങ്ങൾ എവിടെയും പോകണ്ടടോ കേട്ടോ. ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ എവിടെയോ ഓടിപ്പോണ്ട, കർത്താവിൻ്റെ അടുത്തിരുന്നാൽ മതി. ഞാനൊക്കെ ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളൂ. എത്ര സങ്കടം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ അടുത്തിരുന്ന് കരയും. മനുഷ്യൻ്റെ മുമ്പിലൊന്നും കരയാൻ പോകണ്ട, ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ മുമ്പിലെ കണ്ണീരിന് വിലയുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കണേ, നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന്. കർത്താവ് മറക്കില്ലടോ, നിൻ്റെ കണ്ണീരൊന്നും മറക്കില്ല, നിൻ്റെ വേദനകൾ മറക്കില്ല, നിൻ്റെ സങ്കടങ്ങൾ മറക്കില്ല. മനുഷ്യൻ മറന്നു പോകും, പക്ഷെ ദൈവം മറക്കില്ല കേട്ടോ. അപ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കുക. ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. എപ്പോഴും ഓർത്തോളണം, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ, അത് യേശു എന്ന നാമം മാത്രമാണ് കേട്ടോ. യേശു എന്ന നാമത്തിനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി, ദൈവം നിങ്ങളെ സഹായിക്കും. അച്ഛൻ ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോകും. അച്ഛൻ നാളെ 2 സ്ഥലത്ത് ധ്യാനമുണ്ട്. അപ്പോൾ ഒത്തിരി നന്ദി പറയാണ് വിളിച്ച യേശുദാസച്ചനും കൂടെയുള്ള എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം എന്നെ സഹായിച്ച സ്നേഹിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ തമാശയ്ക്ക് പറയുന്ന കേട്ടോ, അഞ്ഞോണി കേട്ടോ, തമാശ പറഞ്ഞതാ. അപ്പോൾ തമാശയിലൂടെ തന്നെ എടുക്കുക. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക, ദൈവത്തെ വളരെ സീരിയസ് ആയിട്ട് കണ്ടുക, ദൈവത്തോട് കൂടെ ഇരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അച്ഛൻ്റെ ടോക്ക് ഇഷ്ടമായോ? പ്രസംഗം ഇഷ്ടമായോ? ബോറടിച്ചോ? അറിയോ? ഓക്കെ, കംഫർട്ടബിൾ? പ്രസംഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നല്ലൊരു കൈയ്യടി ദൈവത്തിന് കൊടുത്ത് നല്ലൊരു കൈയ്യടി ദൈവത്തിന് കൊടുത്ത്. ഈ കൈയ്യടിക്കൊക്കെ അർഹൻ ദൈവം മാത്രമോ കേട്ടോ. മതി ദൈവത്തിന് അല്ലാണ്ട് നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. നമ്മളൊക്കെ വെറും കർത്താവിൻ്റെ വേലക്കാർ മാത്രം. കർത്താവാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തോട് കൂടെയായിരിക്കുക. അച്ഛനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ടോക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബിൽ പരിശോധിച്ചാൽ മതി. ഫാദർ ജിനു പള്ളിപ്പാട്ട് നടിച്ചാൽ മതി. ജിനു പള്ളിപ്പാട്ട് നടിച്ചു കൊടുത്താൽ ഈ ഊറാൽ ഇതുപോലെ തന്നെ ഒരു എളിച്ച മോന്ത വരും. അത് ഞാനാ കേട്ടോ. അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു. എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് യേശുദാസച്ചനോടും പ്രസംഗിയാരോടും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.